ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ദിസ് ഈസ് മൈ സെക്കൻഡ് ടേക്ക്. സത്യം പറഞ്ഞാൽ 38 മിനിറ്റ് ഇരുന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെയല്ല സംസാരിച്ചുകൊണ്ടിരുന്നത്. ക്യാമറ അവിടെ വെച്ചിട്ട് വേറെ സ്ഥലത്ത് വന്നിരുന്നിട്ടാണ് സംസാരിച്ചത്. ഞാൻ സംസാരിച്ചെല്ലാം കഴിഞ്ഞ് 38 മിനിറ്റ് ആയപ്പോഴത്തേക്കും ഞാനൊരു സാധനം ഒരു എൻവലപ്പ് എടുക്കാൻ വേണ്ടി പോയി. ഞാൻ വെറുതെ ക്യാമറയുടെ ഫ്രണ്ടിൽ കൂടെ വന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ സത്യം എന്താണ്, ഐഫോൺ സ്റ്റോറേജ് തീർന്നിരിക്കുന്നുവെന്ന്. 38 മിനിറ്റ് ഞാനിവിടെ വന്നിരുന്ന് കുണകുണ സംസാരിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ എൻ്റെ ഒരു കണ്ടകശനി മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. പക്ഷേ എങ്കിരുന്നാൽ പോലും ഞാൻ ഈ വീഡിയോ എന്തായാലും ചെയ്യും എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നു. സോ ഫ്ലൈറ്റ് മോഡ് ഇരട്ടെ, അല്ലെങ്കിൽ കുണുകുണ മെസ്സേജ് വരും. യാ, ബേസിക്കലി ഇത് ഏവരും കാത്തിടുന്ന വീഡിയോ ആണ്, വേറെ ഒന്നുമല്ല, ഡയറിയുടെ വീഡിയോ ആണ്. എനിക്കറിയാം ഞാൻ ഏറ്റവും കൂടുതൽ വീഡിയോ ഇടുമ്പോഴും ഏറ്റവും കൂടുതൽ എൻ്റെ താഴെ വന്നിരിക്കുന്ന കമൻറ്റ്, ഡയറി എവിടെ, ഡയറി മുക്കി, ഡയറി എന്തുകൊണ്ട് ഇടുന്നില്ല, ഡയറീനെ പറ്റിയുള്ള സ്ക്രിപ്റ്റ് തയ്യാറായോ എന്ന് വരെ ചോദ്യങ്ങൾ വന്നിരിക്കുന്നു. സോ യെസ്, ഫൈനലി ഐ എം ഗോയിങ് ടു ടോക്ക് അബൌട്ട് ദ ഡയറി. ആൻഡ് ഇതിൻ്റെ പിന്നിൽ വേറെ കുറേ കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട്. പക്ഷേ എങ്കിരുന്നാൽ പോലും സീതാ നമ്മൾ ഈ വീഡിയോയിൽ ഡയറിയുടെ കാര്യം മാത്രമേ സംസാരിക്കത്തുള്ളൂ. ബാക്കി വരുന്ന കുശുകുശുലു പ്രശ്നങ്ങളെല്ലാം നമ്മൾ അങ്ങോട്ട് ബാക്കിലോട്ട് തള്ളി വെച്ചിരിക്കുകയാണ്. അത് അടുത്ത വീഡിയോയിൽ നമുക്കിടാം. ബട്ട് ദിസ് വീഡിയോ ഈസ് ഓൺലി അബൌട്ട് ഡയറി. ആൻഡ് ഡയറിയിൽ പറയുന്ന കുറച്ച് ക്ലിയറൻസും ജവാൻ ജോയിൻറ്റ് അങ്ങനെ ഇരിക്കുന്ന കുറച്ച് വിഷയങ്ങളെയും പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ടോക്ക് സീത. ഓക്കെ. അപ്പോൾ മുഹമ്മദ് സെബിൽ, ലല്ലു അക്ക മുഹമ്മദ് സെബിലിനോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. 38 മിനിറ്റ് കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ട്. പെട്ടെന്ന് ഇതിൽ സംസാരിച്ച് പോകാൻ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും. ലല്ലു അക്ക മുഹമ്മദ് സെബിൽ എന്ന് പറയുന്ന വ്യക്തി ഫസ്റ്റ് 3 ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് 3 ഇൻ്റർവ്യൂവിലും എനിക്ക് വേറൊരു അവിഹിതമുള്ളതായിട്ടോ, ഞാൻ മതിൽ ചാടി പോയതായിട്ടോ, എനിക്ക് വേറൊരു ബന്ധമുള്ളതായിട്ടോ ഒരു ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ളവരോടോ, ഞങ്ങൾക്ക് ഇഷ്ടംപോലെ മ്യൂച്വൽ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. സോ അങ്ങനെ ഒരാളോടും എനിക്ക് വേറൊരു ബന്ധം എൻ്റെ പൊക്കിയതായിട്ട് മുഹമ്മദ് സെബിൽ വന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ എന്തുകൊണ്ട് ഈ ഡയറിയുടെ കാര്യം ഇറങ്ങിയപ്പോഴത്തേക്കും ഇങ്ങനൊരു സംഭവം കുത്തിപ്പൊക്കി ഇങ്ങനൊരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്ത് ഉണ്ടാക്കി എന്ന് എനിക്കറിയത്തില്ല. എനിവേസ്, ബാക്കി ഇൻ്റർവ്യൂസിലൊന്നും പറയാത്തതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് കേട്ടോ. കാരണം ആദ്യം തൊട്ട് ഇപ്പം ഞാൻ അവൻ്റെ ഒരു എക്സ്ട്രാ അഫെയർ പൊക്കുവാണെങ്കിൽ ഫസ്റ്റ് ഇൻ്റർവ്യൂ തന്നെ ഞാൻ പറയും എക്സ്ട്രാ അഫെയർ പൊക്കിയിട്ടുണ്ടെന്ന്. എൻ്റെ ഇവിടെ പറയാനുള്ള കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പേപ്പർ തിരിക്കുന്നത്. സ്ക്രിപ്റ്റ് ഏത് മനസ്സിലായോ? സോ ബേസിക്കലി ഇഫ് ഐ ഹാഡ് അനദർ റിലേഷൻ അറ്റ് ദാറ്റ് ടൈം വെൻ വി വർ മാരീഡ്, ഞാൻ ഇത്രയൊക്കെ വിളിച്ചു പറയുമ്പോഴത്തേക്കും അവനത് പറയാണ്ടിരിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഡയറിയുടെ കാര്യം വന്നപ്പോഴത്തേക്കും തുര ഇൻ്റർവ്യൂ കൊടുത്ത് ഡയറിയുടെ കാര്യം ഇങ്ങനെ ഇരുന്ന് കാണിച്ചു കൊടുത്ത വ്യക്തി എനിക്കെതിരെ ഉപ്പ വന്നു. എനിക്കൊരു ഇൻ്റർവ്യൂ, അതായത് സിറ്റ് മറന്നുപോയി. അതായത് എന്താ പറഞ്ഞു വന്നത്, വാപ്പ വന്ന് ഫ്ലോ പോയി ഗൈസ്. സോ ഇഫ് ഐ ഹാഡ് അനദർ റിലേഷൻ, ഞങ്ങൾ കല്യാണം കഴിച്ച ആ സമയത്ത് വേറെ റിലേഷൻ ഉണ്ടെങ്കിൽ അവൻ ഉറപ്പായിട്ടും കൊടുത്തേനെ. ബിക്കോസ് ഡയറിയുടെ കാര്യം തുര കൊണ്ട് കൊടുത്തല്ലോ. അപ്പം അങ്ങനെ ഒരു സാധനം അവൻ പൊക്കിയെന്ന് അവൻ ശാരികയ്ക്ക് കൊടുത്ത ഇൻ്റർവ്യൂവിൽ അവൻ പറയുന്നുണ്ട്. എൻ്റെ ഒരു സാധനം അവൻ പൊക്കിയിട്ട് അത് അവൻ വന്നിരുന്ന് കാണിച്ചു എന്ന്. സോ പൊക്കിയെങ്കിൽ അറ്റ് ദ ടൈം വി വെർ ഇൻ എ റിലേഷൻ, ഞാൻ ഒക്ടോബർ തൊട്ട് ഫെബ്രുവരി വരെ ഇവനെ പറ്റി കുണുകുണ ഞാൻ ഇവനെ പറ്റി വീഡിയോ, ഇവൻ ചെയ്ത ഈ ഞരമ്പ് രോഗി ചെയ്ത എല്ലാ കാര്യങ്ങളും ഞാൻ പുറത്ത് പറയുമ്പോഴും നിൻ്റെ വായിൽ പിരി വെട്ടിയിരിക്കുവാണോ? അതോ നിനക്ക് തെളിവില്ലാഞ്ഞിട്ടായിരുന്നോ? ബിക്കോസ് ഷാരികയുടെ വീഡിയോയിൽ ഇവൻ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഇവൻ എൻ്റെ അവിഹിതം പൊക്കിയിട്ടാണ് ഇവൻ എന്നെ ഉപേക്ഷിച്ചിട്ട് പോകുന്നതെന്ന്. നിങ്ങളൊന്ന് കേൾക്കണം ഇത്. അപ്പം അങ്ങനെയുള്ള ഒരാൾ ആ ചാറ്റ് ഫസ്റ്റ് ഇൻ്റർവ്യൂവിൽ കൊടുത്തിട്ടില്ല, പോപ്പിൻസിൽ കൊടുത്തിട്ടില്ല, ഫൺ വിത്ത് സ്റ്റാർസിൽ കൊടുത്തിട്ടില്ല. എന്തുകൊണ്ട് ഗാലറി മീഡിയയിൽ മാത്രം വന്നിരുന്ന ആ ചാറ്റ് ഇങ്ങനെ കാണിക്കുന്നു, അതും ബ്ലറായിട്ട്? ബാക്കി ഇതിലൊന്നും കാണിച്ചിട്ടില്ല. ബിക്കോസ് ഇറ്റ് വാസ് ക്രിയേറ്റഡ് ഒബ്വിയസ്ലി. സോ എൻ്റെ ചോദ്യം ഇതൊന്നുമല്ല. ഇഫ് ഐ ഹാഡ് അനദർ റിലേഷൻ, അത് പൊക്കിയിട്ട് വന്ന ആളാണെങ്കിൽ ഓക്കെ, ഞാനിവിടെ കുറച്ച് സ്ക്രീൻഷോട്ട് കാണിക്കാം. ഡിസംബറിൽ എൻ്റെ പിന്നാലെ പട്ടി നായ നക്കുന്ന പോലെ എന്തിന് തിരിച്ചു വന്ന് നായി എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ട്യൂസ്ഡേ 16 ഡിസംബർ. ഇത് ബേസിക്കലി ഇത് കട്ട് ഷോട്ട് നിങ്ങളിവിടെ വായിച്ചാൽ മതി. കട്ട് ഷോട്ട് ഞാൻ പറയാം. 500 രൂപ ഇവനെ ഞാൻ കൊടുത്തിട്ടാണ് ഇവൻ തൊടുപുഴ, അതും എൻ്റെ നാട്ടിൽ വന്ന് ലോഡ്ജിൽ താമസിക്കുന്ന ഇവനെ ഞാൻ പൈസ കൊടുത്ത് ഇവൻ അവിടെ നിൽക്കുകയാണ്. എന്തിനാണ് അങ്ങനെ നിന്നത്? എന്നോട് ഇഷ്ടമില്ലാത്ത ആൾ, ഞാൻ ചതിച്ചിട്ട് പോയ ആൾ, എന്നോട് സ്നേഹമില്ലാത്ത യുവാവ് എന്തിന് എൻ്റെ നാട്ടിൽ വന്ന് എൻ്റെ ചിലവിൽ നിന്നോടോ നോറി? എന്നോട് താല്പര്യമില്ലാത്ത ആൾ മെസ്സേജിൽ ചോദിക്കുന്നു ഞാൻ നാളെ പോയാൽ പോരെ? അടുത്ത ചാറ്റ് കാണാം. ശുഭദിനം. വീഡിയോ കോൾ 15 മിനിറ്റ് ഞങ്ങൾ സംസാരിച്ചു. ജീവിതത്തിൽ വീഡിയോ കോൾ ചെയ്യാത്ത ആളാണ്. വിളിച്ച് ആ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുന്ന ആൾ ഡിസംബറിൽ തിരിച്ചു വരുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ട് കേട്ടോ, ഞാൻ അവിടെ ഉണ്ട് കേട്ടോ, ഞാൻ ഫുഡ് കഴിക്കുകയാണേ, ഞാൻ വേറെ പെണ്ണിൻ്റെ കൂടെ പോവല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി വീഡിയോ കോൾ, വോയിസ് കോൾ, ഹലോ.
സോ യാ, ഇതിലും ബേസിക്കലി ഈ സ്ക്രീൻഷോട്ടിലും ചോദിക്കുന്നത് പൈസയാണ്, വേറെ ഒന്നുമല്ല, പൈസ. കാരണം പൈസയാണല്ലോ സ്നേഹം. വെരി മാനിപ്പുലേറ്റഡ് ഒരു ചാറ്റാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. സോ ദിസ് ഇസ് ഹിസ് മെസ്സേജ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓപ്പണായി പറയണം, അല്ലാതെ ഉള്ളിൽ വെക്കുകയല്ല വേണ്ടത്. പിന്നെ ഒരു വൈഫിന് ഒരു ഹസ്ബൻഡിനോട് എന്തും പറയാം, അതിന് വൈഫ് ഹസ്ബൻഡിനെ ഹസ്ബൻഡായി കാണണം, അല്ലാതെ സോഷ്യൽ മീഡിയ ഫ്രണ്ട്സ് ഇവരാണ് വലുതെന്ന് വിചാരിച്ച് നിൽക്കരുത്, അത്രേ ഉള്ളൂ. അപ്പം നായേ, ഹസ്ബൻഡിനെ ഹസ്ബൻഡായിട്ട് കാണണമെന്ന് എങ്ങനെയാണ് എന്നെ ഹസ്ബൻഡായിട്ട് കാണുന്നത്? എന്നെയൊക്കെ ഹസ്ബൻഡ് എന്ന് പറയുന്നതിൽ നാണക്കേട് തൂങ്ങിച്ചാവുന്നതാണ് ഇപ്പോൾ തോന്നുന്നു ഇപ്പം എനിക്ക്. ആൻഡ് ഹീസ് ടെല്ലിങ് സോഷ്യൽ മീഡിയ ഫ്രണ്ട്സ് ഒന്നും അല്ല വലുത്. ഞാൻ ഇവനെ കല്യാണം കഴിച്ച് നിക്കാഹ് കഴിച്ചിട്ട് ഞാൻ ഇവൻ്റെ കൂടെ നിൽക്കും, എനിക്കൊരു ഫ്രണ്ട്സ് പോലും ഇല്ല. ഞാൻ ആകെ വല്ലപ്പോഴും മിണ്ടുന്ന തനുവിനോടാണ്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സാധനം ഞാൻ ഉപയോഗിക്കുന്നത് ഇത്രയായിരുന്നെങ്കിൽ ഞാൻ ഇത്രയിലെത്തി, ഇത്രയും അടിത്തട്ടിലോട്ട് തന്നെ എത്തിച്ചു. ബിക്കോസ് ഹി വാസ് ലൈക്ക് സോഷ്യൽ മീഡിയ എന്തിനാ, അതെന്തിനാ, മറ്റെന്തിനാ. പക്ഷേ ഞാൻ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഉണ്ടാക്കുന്ന പൈസ തന്നെ ഈ നാറിക്ക് വേണം താനും. പക്ഷേ ഞാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ പറ്റില്ല. സോ ഇങ്ങനെ കുറേ ചാറ്റുകളുണ്ട്. പക്ഷെ എൻ്റെ ചോദ്യം ഇതല്ല, ഞാൻ ഒളിച്ചോടി എന്നല്ല, ഞാൻ വേറെ പോയെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ തിരിച്ചു വന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. 16th ഡിസംബർ അടുത്ത ചാറ്റ്. ഓക്കെ, ഐ സെൻഡ് ഹിം എ ഡാൻസ് വീഡിയോ. അതായത് ഞാൻ ഇൻസ്റ്റയിൽ ഒരു ഡാൻസ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, മുൻപേവാന്ന് തോന്നുന്നു. മുൻപേവായാലൊരു നൈറ്റ് ഒരു ഷാഡോ ഡാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈസ് ലൈക്ക്, ഡാൻസ് കളിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഒരു ഹസ്ബൻഡ് മാത്രം മാറിയാൽ പോരാ, വൈഫ് കൂടെ മനസ്സിലാക്കണം. ഹസ്ബൻഡ് മാറേണ്ട എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഹസ്ബൻഡിനോട് ഡാൻസ് കളിക്കരുതെന്നോ അല്ലെങ്കിൽ ബ്രോട്ടി കിടന്ന് തുള്ളിയാലും പ്രശ്നമില്ല ഹസ്ബൻഡ്. പക്ഷെ ഹസ്ബൻഡിനോട് ഞാൻ ആകെ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, വേറെ പെൺപിള്ളേരുടെ കൂടെ പോകാണ്ടിരിക്കുക. ദാറ്റ്സ് എ ബേസിക് തിങ് എവറി വൈഫ് വോൺസ് ബ്രോ. ചതിക്കരുത്, അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഞാൻ ഡാൻസ് കളിക്കുന്ന പോലും ഹസ്ബൻഡ് ഇസ് ലൈക്ക്, പെൺപിള്ളേർ അടങ്ങി ഒതുങ്ങി വീട്ടിൽ ഇങ്ങനെ ഇരിക്കുക, മലപ്പുറത്ത് ഇങ്ങനെ ഇരിക്കുക, തലയിൽ തട്ടൊക്കെ ഇട്ടിട്ട് വീട്ടിൽ ഈ പൊരി വെയിലത്തും, ഇപ്പോൾ ഈ പൊരി വെയിലത്ത് നമ്മൾ തട്ടൊക്കെ ഇട്ട് ചുറ്റിയിട്ട് ഇങ്ങനെ ഇരിക്കുക. അയൽക്കാർ വരുമ്പോഴത്തേക്ക് നമ്മൾ എണീറ്റ് അവർക്ക് ജ്യൂസൊക്കെ ഉണ്ടാക്കി, പരിപ്പുവട ഉണ്ടാക്കി അവർക്ക് തിരികെ കൊടുത്ത്, നമ്മളെ ഭർത്താവ് ചതിക്കുകയാണെങ്കിൽ പോലും നമ്മളതൊക്കെ മനസ്സിൽ നിന്ന് മാറ്റി വെച്ച് സന്തോഷിപ്പിക്കണം ലോകത്തുള്ള എല്ലാവരെയും. ഐ കാൻ ഡു ദാറ്റ് ബ്രോ. അങ്ങനെയുള്ളൊരു വൈഫ് എനിക്ക് ആവാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വെരി സോറി. സോ ഐ തിങ്ക് ഐ വിൽ ഫേസ് എ ലോട്ട് ഓഫ് ക്രിറ്റിസിസം ഫോർ ഓൾ ഓഫ് ദ സ്റ്റഫ്. ബട്ട് എൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അടുത്ത ചാറ്റിലോട്ട് പോകാം. ട്യൂസ്ഡേ 16 ഡിസംബർ. ഞാൻ നാളെ പോയാൽ പോരെ? ഞാൻ പറഞ്ഞു, നീ എൻ്റെ ഉപ്പാനോട് സംസാരിച്ചു. അതായത് ഇവൻ എൻ്റെ വീട്ടിൽ സംസാരിക്കുന്നുമില്ല, അവൻ വെറുതെ എൻ്റെ അടുത്തൊന്നും പൈസയും വാങ്ങിച്ചിട്ട് പിന്നെയും പറ്റിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് എനിക്കൊരു നമ്പർ അയച്ചു തന്നു. നമ്പർ കുറച്ച് ഹൈഡ് ചെയ്യാം ഞാൻ, ബിക്കോസ് അല്ലെങ്കിൽ കോപ്പിറൈറ്റ് വരും. ഏത്? സോ ഇതിലൊന്ന് അയക്കോ, എന്ത്, 500 രൂപ. ഇത് ആരുടെ നമ്പറാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നാജിയുടെ നമ്പറാണ്. ഊബർ ഡ്രൈവർ എന്ന അവർ ഇറക്കിയ ആക്റ്റിലെ മെയിൻ കഥാപാത്രം നാജി. ഓക്കെ, സോ ഇത്രയാണ് ചാറ്റുകൾ. ഇനി എനിക്ക് പറയാനുള്ളത്, ഇഫ് ഐ ഹാഡ് എ റിലേഷൻ, ഒബ്വിയസ്ലി നീ ആ സമയത്ത് കണ്ടുപിടിച്ചെങ്കിൽ നിൻ്റെ വായിൽ പിരിയൊന്നും വെട്ടിയിരിക്കില്ല, നീ അത് എന്തായാലും പുറത്ത് പറഞ്ഞേനെ. അല്ലെങ്കിൽ നീ സ്നാപ്പിൽ ഈ പെമ്പിള്ളേരുടെ അടുത്ത് ഷോ ഓഫ് കാണിക്കുമ്പോൾ അതിൽ ഒരാളോടെങ്കിലും നീ പറഞ്ഞേനെ, ഫസ്ബിനാക്ക് വേറെ ബന്ധമുണ്ട് അതുകൊണ്ട് ഞാൻ പോയെന്ന്. അത് നീ ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ നീ ഡയറി ഇറങ്ങിക്കഴിഞ്ഞ് നീ അത് ക്രിയേറ്റ് ചെയ്ത് കണക്ട് ചെയ്ത് നിൻ്റെ സ്റ്റോറി സൂപ്പറായിട്ടുണ്ട്. പക്ഷേ ആ സ്റ്റോറി ഞാൻ എന്തായാലും പൊളിച്ചെടുക്കാം. സോ ഇനി എനിക്ക് പറയാനുള്ള കാര്യം, ഡയറിയുടെ വീഡിയോ ഇടാണ്ടിരിക്കാൻ ഉണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ഞാൻ പറയത്തൊന്നുമില്ല, കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ പറയാം. ഒരു 5-10 കാര്യങ്ങളുണ്ട്. അത് ഞാനിവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്യാം. വേണ്ടവർക്ക് വിശ്വസിക്കാം, അല്ലാത്തവർക്ക് വിശ്വസിക്കണം. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ പോലും ഇവിടെ സൈഡിൽ കൂടെ എനിക്ക് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്, വളാഞ്ചേരി SI വക്കീൽ. എൻ്റെ ഫോണിലോട്ട് ഇങ്ങനത്തെ കോൾസാണ് വരുന്നത് ഈ ഇടയായിട്ട്. എന്താണെന്ന് അറിയത്തില്ല. ഞാൻ ഇന്ന് ഈ ലൂപ്പിൽ നിന്ന് രക്ഷപ്പെടുമോ? ഒബ്വിയസ്ലി ഞാൻ രക്ഷപ്പെടും. സോ ഐ ലിസ്റ്റ് ഔട്ട് ദ റീസൺസ്. അപ്പം എനിക്കെതിരെ വളാഞ്ചേരി ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആർക്ക് വേണേൽ വിളിച്ച് ചോദിക്കാട്ടോ. ആ ധൈര്യത്തിലാണ് ഞാനിതൊക്കെ ഇരുന്ന് സംസാരിക്കുന്നത്. വളാഞ്ചേരി SI, ഇപ്പം ആർക്ക് വേണേൽ വിളിച്ച് ചോദിക്കാം. യാ, ഹി ഗേവ് എ പോലീസ് കേസ്. അതായത് അത് ഞാൻ ആ പോലീസിൻ്റെ ഓഡിയോ വയ്ക്കാം. സോ ദിസ് ഇസ് ദ പോലീസ് എന്നെ വിളിച്ചതിൻ്റെ കോളാണിത്. ഇത് ടുഡേ ആണ് ഇതിൽ കിടക്കുന്നത്. പക്ഷേ ഞാൻ ഈ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കുറച്ച് ദിവസമായി. സോ ഇൻകമിങ് കോൾ 7 minutes. പിന്നെതാ ഇനി ഒരു ഓഡിയോ കേട്ടോളൂ. നമസ്കാരം, വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ നിന്നാണ്. ഒരു മുഹമ്മദ് സെബിൽ, വയസ്സ് 25, ആദവനാട്. ഇദ്ദേഹം ഒരു പരാതി കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക്. അപ്പോൾ അതിൽ രണ്ടാം പ്രതി, എതിർകക്ഷിയിലെ രണ്ടാം എതിർകക്ഷിയാണ് നിങ്ങൾ, ഹക്കീം എന്നയാളും ഒന്നാം എതിർകക്ഷിയും. അപ്പോൾ ഈ പരാതിയുടെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനും നിങ്ങൾക്ക് സ്റ്റേഷനിലോട്ട് എപ്പോൾ ഒന്ന് ഹാജരാകാൻ പറ്റും എന്നറിയുന്നതിന് ഞാൻ വിളിച്ചപ്പോൾ
ഓട്ടോമാറ്റിക് ഒരു റിപ്ലൈ നിങ്ങളെ മൊബൈലിന് കിട്ടി. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് വാട്സപ്പിൽ വന്നത്. ഈ മെസ്സേജ് കിട്ടുന്ന സമയത്ത് എന്നെ ഒന്ന് കോൾ ചെയ്യണം കേട്ടോ. ഈ നമ്പറിലൊന്ന് കോൾ ചെയ്യണം. വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ SOPകൾ കൈകാര്യം ചെയ്യുന്ന പോലീസുകാരനാണ് വിളിക്കുന്നത്. സോ കണ്ടല്ലോ അല്ലേ പോലീസിൻ്റെ ഓഡിയോ. ബേസിക്കലി അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇനി ഇവൻ്റെ വീഡിയോ ഇട്ടാൽ എൻ്റെ അക്കൗണ്ട് പോവും, എൻ്റെ യൂട്യൂബ് പോവും, അവനെ പറ്റി ഇടരുത്, മുഖ്യമന്ത്രിക്ക് കേസ് കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഇതിലാണ് അവർ അന്വേഷിക്കുന്നത്. ആൻഡ് മെയിനായിട്ട് ഇവൻ്റെ വീഡിയോ, ഇത് വലിയ കഥയാണ്, പക്ഷേ ഇത് ചെറുതാക്കുകയാണ്. ഓക്കെ, ഇവൻ്റെ വീഡിയോസ്, അതായത് ഇവനൊരു പെണ്ണിനെ വീഡിയോ കോൾ ചെയ്യുന്ന ഒരു സംഭവം ലീക്കായിട്ടുണ്ടായിരുന്നു. അത് ലീക്കായിട്ട് തന്നെയാണ് എനിക്ക് കിട്ടുന്നത്. പക്ഷേ ഇവൻ പോലീസിൻ്റെ അടുത്ത് കേസ് കൊടുത്തേക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ആ വീഡിയോ പോൺ സൈറ്റിലൊക്കെ അപ്ലോഡ് ചെയ്തു, ടെലിഗ്രാമിൽ കൊടുത്തു, അവിടെ ഇവിടെ കൊടുത്തു. ഞാൻ അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും അവനെ അറിയുന്ന ആൾക്കാർ അബുദാബിയിലോ അല്ലെങ്കിൽ മലപ്പുറത്തുള്ളവർ ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അത് എൻ്റെ അടുത്ത് നിന്നാണോ ലീക്കായെന്ന് നിങ്ങൾ തന്നെ ഒന്ന് പറയുക, അതെങ്ങനെ ലീക്കായെന്ന്. ബിക്കോസ് ബേസിക്കലി ലീക്കായിട്ട് തന്നെയാണ് എനിക്ക് കിട്ടിയത്. അല്ലാണ്ട് ഞാൻ ഇവൻ്റെ ഈ ആപ്പ് വാണം വിടുന്ന വീഡിയോ ഞാൻ ലീക്ക് ചെയ്തിട്ടില്ല. ആൻഡ് ഐ ഗോട്ട് ടു നോ അബൌട്ട് ദിസ് തിങ് ആഫ്റ്റർ മാരേജ്. കല്യാണം കഴിഞ്ഞ് ഒരു 2 മാസം കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ എനിക്ക് കിട്ടുന്നത്. അതുവരെ ദ സോ കോൾഡ് വീഡിയോ വാസ് കോൾഡ് എ നോർമൽ വീഡിയോ കോൾ. ഒരു പെണ്ണായിട്ടുള്ളത്, അത് ഉപ്പായും നാട്ടുകാരൊക്കെ കണ്ടു. ബിക്കോസ് കൈ തട്ടി ഗ്രൂപ്പ് മാറിപ്പോയി എന്നാണ് പറഞ്ഞത്. അപ്പം ആ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് എത്രത്തോളം മനസ്സിലായത്. ഇറ്റ്സ് എ വെരി നോർമൽ വീഡിയോ കോൾ വെയർ ഹീസ് മാസ്റ്റർബേറ്റിംഗ് ഇൻ ദ ബാത്റൂം. യാ. സോ ആ വീഡിയോ ഞാൻ ഇതുവരെ ഇവിടെ ആർക്കും അയച്ചു കൊടുത്തിട്ടില്ല. ഞാൻ ആ വീഡിയോ ആർക്കും ഷെയർ ചെയ്തിട്ടില്ല. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ വന്ന് പറയാം. ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഷെയർ ചെയ്തിട്ടില്ല. ആ വീഡിയോ ഇപ്പോഴും എൻ്റെ ഫോണിലുണ്ട്. ഞാനത് പ്ലേ പോലും ചെയ്യുന്നില്ല. അതെൻ്റെ ഹിഡനിൽ ഞാൻ അറപ്പ് എന്നുള്ളൊരു ഫോൾഡർ ഇട്ടിട്ട് അറപ്പിൽ ഇട്ടിരിക്കുകയാണ്. സോ ഐ ഹാവ് നോ ഇത് എനിക്കത് പ്ലേ ചെയ്യാൻ തീരെ താല്പര്യമില്ല. പക്ഷേ എനിക്കെതിരെ എന്തെങ്കിലും വന്നാൽ എനിക്ക് കാണിച്ചു കൊടുക്കണമല്ലോ ടു ഹയർ അതോറിറ്റീസ്. മുഖ്യമന്ത്രിക്കൊക്കെ കേസ് കൊടുക്കുന്ന വ്യക്തിയല്ലേ. സോ അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അടുത്ത പോലീസ് കേസിലോട്ട് പോകാം. ഇതാണ് തൃക്കാക്കര പോലീസ് എന്നെ വിളിച്ചേക്കുന്ന സ്ക്രീൻഷോട്ട്. ഓക്കെ, തൃക്കാക്കര പോലീസ് എന്തിനാണ് വിളിച്ചതെന്ന് വെച്ചാൽ, ലാസ്റ്റ് ഇട്ട വീഡിയോയിൽ ഒരു താത്താനെ ഞാൻ കാണിക്കുന്നുണ്ട്. താത്ത പെരുമ്പാവൂരുള്ളതാണ്. അപ്പോൾ താത്ത നേരെ തൃക്കാക്കര പോയി കേസ് കൊടുത്തു. ഞാൻ താത്തയുടെ ജീവിതം കുടുംബം കളിക്കുന്നത്, പക്ഷേ താത്ത കുടുംബം ഉള്ളപ്പോഴല്ലേ ഇവൻ്റെ കൂടെ പോയത്. അപ്പോൾ താത്ത സ്വന്തമായിട്ട് കുടുംബം കളിക്കാനൊന്നും കുഴപ്പമില്ല. ഞാൻ വീഡിയോ ഇട്ടപ്പോഴാണ് പ്രശ്നം. ഭർത്താവിനെ ഓർക്കാണ്ട് ഇവൻ്റെ കൂടെ പോകുമ്പോഴത്തേക്കും പ്രശ്നമില്ല, വീട്ടിൽ വിളിച്ച് കയറ്റിയതും പ്രശ്നമില്ല. പക്ഷെ ഞാൻ വീഡിയോ ഇട്ടതാണ് പ്രശ്നം. ഓക്കെ, സോ തൃക്കാക്കര കേസ് കൊടുത്തപ്പോഴത്തേക്കും അത് അവിടുന്ന് തൃക്കാക്കര എന്നെ പോലീസ് വിളിച്ചിട്ട് പറഞ്ഞു, എന്താ പെരുമ്പാവൂരാണ് ഇവരുടെ സ്റ്റേഷൻ പരിധി വരുന്ന ആലുവയാണ്. സോ ആലുവയിൽ കേസ് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. സോ തൃക്കാക്കരയിൽ നിന്ന് എന്നെ വിളിച്ച് ഇൻഫോം ചെയ്തു. കാരണം ഞാൻ അവിടുത്തെ ബേസിക് സ്ഥിരം കസ്റ്റമർ അല്ലേ. സോ ഹി കോൾഡ് ആൻഡ് ഇൻഫോം മീ, ഇങ്ങനെ ഒരു കേസ് വന്നിട്ടുണ്ട്, നമ്മളത് ആലുവയിലോട്ട് വിട്ടിട്ടുണ്ട്, അങ്ങനെ വീഡിയോ റിമൂവ് ആക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പറ്റത്തില്ല. ബിക്കോസ് ഇത്രയും വീഡിയോസ് എന്നെ പറ്റി എൻ്റെ ഹസ്ബൻഡ് ഇട്ടിട്ടുണ്ട്. ഇൻ്റർവ്യൂസിൽ നിര കൊടുത്ത് കുറേ കഥകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്നും റിമൂവ് ആക്കാണ്ട് ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ റിമൂവ് ആക്കേണ്ട കാര്യമില്ലല്ലോ. സോ അതൊരു കേസ്. അപ്പോൾ ഇങ്ങനെ കുറേ കേസിൻ്റെ പിന്നാലെ ഞാൻ പോകുന്നുണ്ട്. അതാണ് ഞാൻ ബേസിക്കലി ഇംപ്ലൈ ചെയ്യുന്നത്. തൃക്കാക്കര വേറൊരു കേസുണ്ട്, അതിലോട്ട് നമുക്ക് പിന്നെ വരാം. പിന്നെ ഈ താത്ത കൈ മുറിച്ചു, ആത്മഹത്യ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തിയായിരുന്നു. പക്ഷേ ആ ഭീഷണിയിലൊന്നും ഞാൻ ഏറ്റില്ല. അതാണ് ആ വീഡിയോ ഇപ്പോഴും യൂട്യൂബിൽ കിടക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ഇൻസിഡൻറ്റിലോട്ട് പോകാം. വെരി ക്രൂഷ്യൽ സംഭവമാണിത്. ദിസ് ഇസ് നോട്ട് ഫണ്ണി. ഓക്കെ, ഇത്ര കോമഡി പറഞ്ഞ പോലെയല്ല ഈ കാര്യം. അതായത് എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവളുടെ പേര് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല തൽക്കാലം. ആൻഡ് ഷീ ഹാസ് ഫയൽഡ് എ കേസ്. ഇത് ആർക്ക് വേണമെങ്കിൽ വിളിച്ച് അന്വേഷിക്കാം കേട്ടോ. ഈ കാര്യങ്ങളൊക്കെ ഇൻഫ്ലുവൻസേഴ്സ് അന്വേഷിക്കുന്ന ആൾക്കാരോടാണ് ഞാൻ പറയുന്നത്. തൃക്കാക്കര ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഫോൺ മോഷ്ടിച്ച കേസ്. അതായത് ഈ വ്യക്തി സെബിൽ എന്ന് പറയുന്ന ആൾ എൻ്റെ കൂട്ടുകാരുടെ ഫോൺ മോഷ്ടിച്ചിട്ടുണ്ടായിരുന്നു, 17 Pro Max. ആ ഫോണിൻ്റെ ഫോട്ടോ ഞാനിവിടെ കൊടുക്കാം. ഇതാണ് അവൻ ആ ഫോട്ടോ ഇളിച്ചുകൊണ്ടിരിക്കുന്നില്ലേ, ദാറ്റ്സ് ഹെർ ഫോൺ. ആൻഡ് ആ ഫോൺ അവളുടെ കയ്യിൽ നിന്ന് അതിവിദഗ്ധമായി മുക്കി. അവൻ മറ്റേ 3 സിനിമയിൽ ധനുഷ് പട്ടീനെ കൊന്നിട്ട് പട്ടീനെ തപ്പുന്ന പോലെ അവളുടെ ഐക്ലൗഡും പാസ്വേഡും ഒക്കെ വാങ്ങിച്ചിട്ട് ആ ഫോൺ അവൻ എവിടെയോ കൊണ്ടുപോയി. എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഭീഷണി, എന്താണ്, നിൻ്റെ ഇതിലുള്ള പ്രൈവറ്റ് ഫോട്ടോസ് വീഡിയോസൊക്കെ ഞാൻ അതാക്കും ഇതാക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഫോൺ അവൻ്റെ ഉണ്ടെന്ന് അവൻ സമ്മതിക്കുന്നില്ല, പക്ഷേ അവൻ ഭീഷണി. അപ്പോൾ നമ്മൾ നേരെ തൃക്കാക്കര കൊണ്ട് കേസ് കൊടുത്തു. പക്ഷേ കേസ് കൊടുത്തിട്ടും വലിയ ഇതൊന്നുമില്ല. ബിക്കോസ് ഒരു ഫോൺ പോയാൽ എത്രത്തോളം നമുക്ക് കിട്ടാൻ പറ്റും. പക്ഷേ ഈ ഫോൺ കണ്ടിരുന്ന ആൾക്കാരുണ്ട്, ചില പെൺപിള്ളേർ ഈ ഫോൺ കണ്ടിട്ടുണ്ടായിരുന്നു ഇവൻ്റെ കയ്യിൽ. അങ്ങനെ അവർ നമ്മളെ കോൺടാക്ട് ചെയ്ത് അവരുടെ ഹെൽപ്പോട് കൂടി നമ്മൾ കുറച്ച് തീവ്രമായി ഇതിൻ്റെ പിന്നിലിരുന്ന്
ആൻഡ് ദർ വാസ് എ ബ്ലാക്ക് മെയിലിംഗ് ഫ്രം ഹിസ് സൈഡ്. അതായത് ഞാൻ ഇനി വീഡിയോ ഇട്ടാലും ഫോൺ കിട്ടത്തില്ല എന്ന് വരെയായി. ആൻഡ് ഷീ ടോൾഡ് മീ വീഡിയോ ഇടലിൽ കുറച്ച് നാളത്തേക്ക്. എന്നിട്ട് ഞാൻ ആ താത്തായുടെ വീഡിയോ ഇട്ടു. ഈ ടൈമിലൊക്കെ ആ ഫോണിൻ്റെ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 1 മാസമായി അവൻ ഫോൺ മുക്കിയിട്ട്. അപ്പോൾ നമ്മുടെയൊക്കെ പേടി അവൻ പാർട്സായിട്ട് വിറ്റിട്ടുണ്ടോയെന്നായിരുന്നു. ബിക്കോസ് അവന് ആലുവയിൽ ഒരു ഫ്ലാറ്റ് എടുത്തു. അപ്പോൾ അതിലൊക്കെ പൈസ എവിടെ നിന്നാന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് ഫോൺ വിറ്റതിൻ്റെ പൈസ എന്ന് വിചാരിച്ചു. ബട്ട് ആ ഫോൺ ആലുവയിൽ ഫ്ലാറ്റ് എടുക്കാൻ വേറെ പെൺകുട്ടിയാണ് പൈസ കൊടുത്തത്. അതിലോട്ട് ഞാൻ പോകുന്നില്ല. സോ എന്തായാലും അൽഹംദുലില്ലാ ഫോൺ നമുക്ക് കിട്ടി. അതായത് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതിന് ഒരു 2 days മുന്നെയാണ് ഫോൺ കിട്ടിയത്. സോ ദാറ്റ്സ് ഹർ മെസ്സേജ്. അവളുടെ പേര് ഞാൻ ഹൈഡ് ചെയ്യാം കേട്ടോ. താങ്ക്സ് ഡാ, നീയും കുറേ ഇതിൻ്റെ ബാക്കിൽ നിന്ന് എന്നെ ഹെൽപ്പാക്കി. അവളുടെ ഓഡിയോ ഞാൻ പ്ലേ ചെയ്യുന്നില്ല, വോയിസ് മനസ്സിലാവും. സോ ആ ഫോൺ നമ്മൾ കുറച്ചധികം കഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ അവൻ്റെ എളാപ്പാക്ക് അയച്ച വോയിസ് ഞാൻ പ്ലേ ചെയ്യുന്നില്ല, മെസ്സേജാണ്. ഇനി ഭീഷണിപ്പെടുത്തിയാൽ ഞാൻ വീഡിയോ ഇടുമെന്ന് പറയാം. അവൻ 17 Pro Max ഒരുത്തിയുടെ മോഷ്ടിച്ച്. അപ്പോൾ ഈ സാപ്പപ്പ റിപ്ലൈ, നീ തന്നെ പറഞ്ഞേക്കാം, അതാകും നല്ലത്. അതായത് അതിന് തൊട്ട് മുന്നേ ഒരു 1 minute 32 second ഉള്ളൊരു സംഭവം അപ്പപ്പാക്ക് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് വേറൊരു പെണ്ണിനെ ഭീഷണിപ്പെടുത്തുന്ന റെക്കോർഡാണ്. അത് ഞാനിവിടെ കൊടുക്കുന്നില്ല, ബിക്കോസ് ആ കേസ് ഞാൻ ഇവിടെ സംസാരിക്കത്തില്ലെന്ന് പറഞ്ഞേക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് ഐ കാൻ ടോക്ക് അബൌട്ട് ദാറ്റ്. അപ്പം അതിലും ഭീഷണിയുണ്ട് ആ പെൺകുട്ടീനെ. സോ ഐ ടോൾഡ് ഹിം, ഇങ്ങനെ അവൻ ഭീഷണിപ്പെടുത്തുകയാണെങ്കിൽ ആ ഫോണിൻ്റെ കാര്യം ഞാൻ വീഡിയോ ഇടുമെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇനിയിപ്പോൾ ഫോൺ കിട്ടിയ സ്ഥിതിക്ക് ഞാൻ ആ വീഡിയോ ധൈര്യമായിട്ട് ഈ കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നു. അല്ലെങ്കിൽ ഫോൺ ഒരിക്കലും കിട്ടത്തില്ല. സോ ഫോൺ കിട്ടുന്നവരെ ഏകദേശം അവനെ മാക്സിമം ട്രിഗർ ചെയ്യാണ്ട് നമ്മൾ വീഡിയോ ലേറ്റാക്കി വെച്ചതാണ്. ദിസ് ഈസ് വൺ ഓഫ് ദ മെയിൻ റീസൺ. ആൻഡ് അതുകൊണ്ട് അവൾക്ക് ഫോൺ കിട്ടി, അൽഹംദുലില്ലാ. പിന്നെ വേറൊരു കാര്യം, ഇവൻ എൻ്റെ ഉമ്മാക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. താത്താടെ വീഡിയോ ഇടുന്ന ടൈമിൽ തന്നെ ഉമ്മാക്ക് വിളിച്ചിട്ട് ഞാൻ മോളെപ്പറ്റി ഇതാക്കും മോളെപ്പറ്റി അവിടെ പറയും ഇവിടെ പറയും. ആൻഡ് ഫൈനലി ഹീ സെയിങ്, ഞാൻ പബ്ലിക്കലി ഒന്ന് മാപ്പ് പറയാൻ റെഡിയാണ്. പബ്ലിക്കലി ഇതുവരെ മാപ്പ് വന്നിട്ടില്ല. നീ പബ്ലിക്കലി മാപ്പ് പറഞ്ഞാൽ മാത്രം പോരാ, എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പൈസ നീ തരണം. ആൻഡ് ഐ വുഡ് ഒബ്വിയസ്ലി നിന്നെപ്പറ്റി ഞാൻ വീഡിയോ ഇടുന്നത് നിർത്തും. എനിക്കിത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ താല്പര്യമില്ല. ബിക്കോസ് ഐ ഹാവ് അനദർ ലൈഫ്. ഇത് മാത്രമല്ലല്ലോ ലൈഫ്. അപ്പം എനിക്കും വേറെ ലൈഫുണ്ട്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കാൻ എനിക്കും താല്പര്യമില്ല. പക്ഷെ നീ എനിക്ക് ഡിവേഴ്സ് തരണം. ഡിവേഴ്സ് തരാത്തത് നിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന ഒരു വൃത്തികെട്ട ഒരു തെറ്റാണ് ഞാൻ പറയുന്നത്. വാവ്, വക്കീൽ വിളിക്കുന്നു. സോ യാ, ഇനി തൃക്കാക്കര വേറെ കേസ് കൊടുത്തു. അതായത് ഞാൻ ഇവൻ്റെ പ്രൈവറ്റ് വീഡിയോസ് ലീക്കാക്കുവാണെന്ന്, ഹിസ് പ്രൈവറ്റ് പാർട്ട് ഞാൻ ലീക്കാക്കുവാണെന്ന്. ക്യാൻ യു ബിലീവ് ദിസ്? അവൻ്റെ പ്രൈവറ്റ് പാർട്ടെന്ന് വെച്ചാൽ ഒരു പബ്ലിക് ടോയ്ലറ്റ് പോലെയാണ്. കാരണം അത് കാണാത്ത ആൾക്കാരില്ല. സ്നാപ്ചാറ്റിൽ തുര നമ്മൾ ഈ ക്ലാസ്സിൽ അസൈൻമെൻറ്റ്സിൻ്റെ നോട്ട്സൊക്കെ വിൽക്കുന്ന പോലെ അങ്ങനെ ഇട്ട് കൊടുക്കുന്ന സാധനമാണ് ഇവൻ്റെ പ്രൈവറ്റ് പാർട്ട്. സോ ഞാനത് ലീക്കാക്കിയെന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ്സ് നോട്ട് നൈസ്. ഓക്കെ, ഇറ്റ്സ് നോട്ട് നൈസ്. ഞാനൊരു വീഡിയോയുടെ ഭാഗം ഞാനിവിടെ എന്തായാലും പ്ലേ ചെയ്യാം, നിങ്ങൾ കാണും. വേറൊരാളായിട്ട് സെക്ഷൽ സംഭവം എടുക്കുന്നുണ്ട്. എനിക്ക് ക്യാമറ കാണിക്കാൻ ഒരു ബുദ്ധിമുട്ടായി. നിങ്ങളിപ്പോൾ എൻ്റെ മുൻപിലിരിക്കുമ്പോൾ ഇവൻ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണോ ആണോ അല്ലേന്ന് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവില്ല. പക്ഷെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണത് അത് നിങ്ങൾക്ക് എന്നെ ബോധ്യപ്പെടാം. ആ ഒരു സംഭവം കണ്ടോ, ഈ ഒരു സംഭവം അടക്കം അവളെ സംഭവങ്ങൾ എൻ്റെ അടുത്ത് കിട്ടിയിട്ടുണ്ട്. അതായത് ഞാൻ വേറെ ഒരാളായിട്ട് ഇതാക്കുന്ന വീഡിയോ സംഭവങ്ങൾ നിനക്ക് കിട്ടിയിട്ടുണ്ടെന്ന്. ഷാരിക അത് കേട്ടിട്ട് തലയാട്ടുന്നു. ഷാരിക അതിൽ എൻ്റെ ഫേസ് കണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതൊന്നും കാണാതെ വെറുതെ ഇരുന്ന് തലയാട്ടമാണ്. ആൻഡ് ഇങ്ങനെ ഈ നാറി എന്നെ പറ്റി ഇൻ്റർവ്യൂവിൽ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് ഞാൻ വേറെ ആളായിട്ട് ചെയ്യുന്ന വീഡിയോ ഉണ്ടെന്ന് അത്രയും വൃത്തിയായിട്ട് ഒരു ഫോൾസ് അക്യൂസേഷൻ നടന്നിട്ടും അതിനെതിരെ കേസ് കൊടുത്തിട്ടില്ല. ഞാൻ കൊടുത്തിട്ടില്ല. ഓക്കെ, ഞാൻ കേസ് കൊടുത്തില്ല. കാരണം ഞാൻ ഇവനെതിരെ കേസ് കൊടുത്ത് മടുത്ത്. അതിനെതിരെ ഒന്നും ഒരു തീരുമാനമാവുന്നില്ല. കേസിന് ഒരു തീരുമാനമാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിൻ്റെ പിന്നിലിരുന്നിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ ടൈം എനർജി വേസ്റ്റ് ചെയ്യാന്നല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് കൂടാണ്ട് സൈഡിൽ എനിക്ക് റൂഹ് എന്ന് പറയുന്ന ഒരു ബിസിനസ് ഉണ്ട്. അത് എനിക്ക് മര്യാദയ്ക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഇങ്ങനെ കുറേ സാങ്കേതിക തകരാറുകൾ ഇതുമൂലം എനിക്ക് വരുന്നുണ്ട്. ആൻഡ് ഇവൻ ബാത്റൂമിലിരുന്ന് ഇത് വിടുന്ന സ്നാപ്പ് അയച്ചിട്ട് പോലും ഞാൻ ഇതുവരെ ഏതെങ്കിലും എൻ്റെ ഒരു ഏതെങ്കിലും എൻ്റെ ഒരു വീഡിയോയിൽ ഞാനിവൻ വിടുന്ന വീഡിയോ ഞാൻ ഇവിടെ പ്ലേ ചെയ്തിട്ടുണ്ടോ, കാണിച്ചിട്ടുണ്ടോ? പക്ഷേ ഇനി ഞാൻ പേടിക്കില്ല. ബിക്കോസ് ഇത്രയും വൃത്തിയായിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവൻ പറഞ്ഞിട്ടും ഞാനത് പറയാണ്ടിരിക്കണം എന്നെനിക്ക് തോന്നുന്നില്ല. സോ ഇതെൻ്റെ വീട്ടിൽ ഞാനിപ്പോൾ ഇരിക്കുന്ന റൂമിലെ ബാത്റൂമിൽ എടുത്തേക്കുന്ന വീഡിയോ ആണ്. നിങ്ങളൊന്ന് കണ്ടോളൂ. ഇത് ഞാൻ ബ്ലറിയാണ് ബിക്കോസ് ഇറ്റ്സ് ഹിം റബ്ബിങ് ഹിസ് പ്രൈവറ്റ് പാർട്ട്. സോ ഇത് സ്നാപ്പിൽ ഓരോരുത്തർക്ക് അയക്കുന്ന കേട്ടോ. ഇല്ലാത്ത സാധനം എന്തിനാ പിടിച്ച് ഞെക്കുന്നത്? അപ്പൊ പിന്നെ സീനില്ലല്ലേ രണ്ടുപേർക്കും. പിന്നെ നിനക്ക് മെസ്സേജ് അയക്കുമ്പോൾ അപ്പം തുടങ്ങി ഉമ്മ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ ട്രസ്റ്റ് ചെയ്യും. എനിക്ക് പറ്റുമെന്ന് ഞാൻ വിട്ടാട്ടെ. നീ വീഡിയോ കോൾ ചെയ്തു അപ്പം പിന്നെ സീനില്ലല്ലേ രണ്ടുപേർക്കും.
ദാറ്റ്സ് ബേസിക്കലി അവൻ പച്ചയ്ക്ക് അവൻ്റെ പ്രൈവറ്റ് പാർട്ട് തുറന്ന് കാണിക്കുന്ന വീഡിയോ ആണ്. അത് ഞാൻ ബ്ലർ ചെയ്യുവാണ്. ദാറ്റ്സ് ഹിസ് പ്രൈവറ്റ് പാർട്ട് ബോയ്സ് ആൻഡ് ഗേൾസ്. എനിക്കത് കാണിക്കാൻ പറ്റത്തില്ല, അത്രയും അറപ്പ് തോന്നുന്നു. സോ ഞാൻ ഇതിൽ നിന്ന് ഇൻറ്റൻറ്റ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ ഇത്രയും ഓപ്പണായിട്ട് എല്ലാവർക്കും അയച്ചു കൊടുക്കുന്ന കാര്യം ഞാൻ ലീക്കാക്കുമെന്ന് പറഞ്ഞ് എനിക്കെതിരെ തൃക്കാക്കര കേസ് കൊടുത്തേക്കാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇപ്പം ഞാൻ ഇതിവിടെ എല്ലാം കാണിച്ചുകൊണ്ട് മേ ബി എൻ്റെ ഇവൻ്റെ വീഡിയോ ഇവൻ ലീക്കാക്കുമായിരിക്കും. പക്ഷെ അങ്ങനെ ലീക്കാക്കിയാൽ നിനക്ക് തന്നെയാണ് പ്രശ്നം. നിന്നെ പോലീസ് പിടിച്ചുകൊണ്ട് പോകും. ബിക്കോസ് ഓൾറെഡി ഞാൻ സൈബറിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെയും എൻ്റെ ഹസ്ബൻഡിൻ്റെയും വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള നിമിഷങ്ങൾ ഹസ്ബൻഡ് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ആ വീഡിയോ ആണ് നീ പ്ലേ ചെയ്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. മനസ്സിലായോ? ഞാൻ വേറെ ആളുടെ കൂടെ എന്തായാലും പോയിട്ടില്ല. സോ പ്രൈവറ്റ് പാർട്ട് പബ്ലിക് ആക്കുന്നതിന് നീ ആദ്യം നിൻ്റെ കഴപ്പ് നിർത്തുമെന്ന് എനിക്ക് പറയണം. നിൻ്റെ കഴപ്പ് തീർത്തിട്ട് ഇതൊക്കെ അങ്ങ് ചുരുക്കുക. എന്നിട്ട് വേണം എനിക്കെതിരെ കേസ് കൊടുക്കാൻ. പിന്നെ സഫയുടെ കാര്യം, ഇപ്പോൾ ഇറ്റ്സ് മീ കൈസിൻ്റെ യൂട്യൂബ് ചാനലിൽ സഫയുടെ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. സഫയുടെ ലല്ലുവിൻ്റെ ഫോട്ടോസും വീഡിയോസ്. ടു ബി ഓണസ്റ്റ്, എല്ലാം സത്യമായിട്ട് പറയുന്നതാണല്ലോ. ടു ബി ഓണസ്റ്റ്, ഞാൻ ഈ വീഡിയോസും ഫോട്ടോസും ഇതിൻ്റെ ഉപരിയുള്ള കുറേ കാര്യങ്ങൾ ഞാൻ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ട്. എനിക്ക് റിയാക്ട് ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ ഒരു 10-15 ദിവസം മുന്നേ റിയാക്ട് ചെയ്യായിരുന്നു. ബട്ട് നമ്മളൊരാൾക്ക് വാക്ക് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മളിതിൽ ഇടപെടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇടപെടുന്നത് ശരിയല്ല. ആൻഡ് ഐ ടോൾഡ് ഹർ, എനിക്ക് ഇനി അവളെ ശല്യപ്പെടുത്താനോ അവളുടെ കാര്യം ട്രബിൾ ചെയ്യാനോ താല്പര്യമില്ല. അവളുടെ പാടായി അവൾ അനുഭവിച്ചു, അവൾക്ക് കിട്ടാനുള്ളത് കിട്ടി. ഞാൻ ഓൾറെഡി അവളോട് പറഞ്ഞായിരുന്നു 1 മാസത്തിൽ കൂടുതൽ പോയില്ല എന്ന്. അതുപോലെ തന്നെ സംഭവിച്ചു, 1 മാസത്തിനപ്പുറത്തോട്ടും പോയില്ല. സോ അവൾക്ക് കൊടുത്ത വാക്ക് ഞാൻ പാലിച്ചുകൊണ്ട് ഞാൻ ആ വിഷയത്തെപ്പറ്റി സംസാരിക്കത്തില്ല. ആൻഡ് അവൾക്കും ഇതിന് പിന്നിൽ കുറേ ഭീഷണികളും കാര്യങ്ങളും ഉണ്ട് ഫ്രം ലല്ലു ഇബി. ബിക്കോസ് ഫസ്മിന ഇതറിഞ്ഞാൽ സഫയുടെ പല കാര്യങ്ങളും പുറത്തു പോകുമെന്ന് ലല്ലു ഇബി പറയുന്നുണ്ട്. സോ അങ്ങനെ എങ്ങാനും പുറത്തു പോവുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക, ഈ നാറയാണ് അത് പുറത്ത് വിട്ടേന്ന്. ആൻഡ് ഈ പോയ ചാറ്റും അവൻ തന്നെയാണ് പുറത്ത് വിട്ടേക്കുന്നത്. ബിക്കോസ് ആ നമ്പർ നമ്മൾ നോക്കുമ്പോഴത്തേക്കും അതായത് ഈ മെസ്സേജ് പോയേക്കുന്ന അക്കൗണ്ട് രജിസ്റ്റർ ചെയ്തേക്കുന്ന നമ്പർ മുഹമ്മദ് സെബിലിൻ്റെ നമ്പറാണ്. വി ഹാവ് ഗോട്ട് ദാറ്റ് ബ്രോ. അപ്പം ബ്രോ ഇങ്ങനെ സ്വന്തമായിട്ട് നാറുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ബ്രോയ്ക്ക് സഫേനെ ഇപ്പോൾ വേണ്ട. അപ്പം പിന്നെ സഫേനെ വേണ്ടാഞ്ഞിട്ടും അത് ലീക്കാക്കിയത് ബ്രോയ്ക്ക് തന്നെ ഒരു നാണക്കേടാന്ന് എനിക്ക് പറയാനുള്ളൂ. ഇനി ലീക്കാക്കുവാണെങ്കിലും അതിൻ്റെ ഉപരി എനിക്കും ലീക്കാക്കാനുണ്ട്, പക്ഷെ ഞാൻ ചെയ്യുന്നില്ല. സോ ബ്രോ സൂക്ഷിച്ചും കണ്ടും ലീക്കാക്കുക. പിന്നെ അടുത്ത കാരണം ഞാൻ പറയാം. ഡയറിയുടെ കേസ് വന്നപ്പോഴത്തേക്കും എല്ലാവരും അങ്ങോട്ട് ഒറ്റ സെക്കൻഡിൽ ഇങ്ങനെ ഫ്ലിപ്പായി. ഇത്രയും നാൾ ഞാൻ ഈ ഞരമ്പ് രോഗിയുടെ വീഡിയോ ഇട്ടിട്ട് നിങ്ങളെല്ലാവരും ശരിയാണ്, മറ്റാണ്, മറിച്ചതാണ് എന്ന് സപ്പോർട്ട് കമൻസ് എല്ലാം വന്നിട്ടും ഈ ഒരൊറ്റ ഡയറിയുടെ കേസ് വന്നപ്പോഴത്തേക്കും ദേ ആർ ഓൾ ലൈക്ക് ലല്ലു ഭയങ്കര പാവമാണ്. സോ എനിക്ക് സ്വാഭാവികമായിട്ടും മടുത്ത്. ഞാൻ എന്തിനാണ് നിങ്ങളെ ബോധിപ്പിക്കുന്നത് എന്നുള്ളൊരു സ്റ്റേജ് വരെ എത്തി. നിങ്ങൾ ഒരു സൈഡ് കേൾക്കാണ്ട് പോലും നിങ്ങൾ ആ സൈഡ് വിശ്വസിച്ച് ലല്ലു പാവാന്നുള്ള ഇതിലോട്ട് എത്തി. അതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഓക്കെ, നെറ്റ് ഓഫ് ചെയ്യണം അടുത്തോട്ട് വീഡിയോ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഇൻട്രാക്ഷൻ വരും. ഇത് ഇൻ്റർഫിയർ ആവും ഇടയിൽ. എന്തെല്ലാം പറയുന്നു. സോ ഇത് നിങ്ങളൊന്ന് കേട്ടോണേ. നിങ്ങളുടെ എങ്ങനെ കിട്ടിയത് ഈ വീഡിയോ എൻ്റെ അടുത്ത് അവളെ ഐക്ലോഡ് ഉണ്ട്. പാസ്വേഡ് ഒക്കെ നിങ്ങളുടെ പാസ്വേഡ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അങ്ങനെ കിട്ടിയായിരുന്നു. അതായത് എൻ്റെ സെക്ഷൽ വീഡിയോ ഇവൻ്റെ ഐക്ലൗഡ് ഉണ്ടെന്ന്. ഇവൻ്റെ ഉള്ളപ്പോൾ ഉള്ള ഫോണാണ് 15 Pro Max. ആ ഫോണിൻ്റെ ഫോട്ടോസാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഓക്കെ, ഈ ഫോൺ ഇവൻ തന്നെ അടിച്ചു പൊട്ടിച്ച ഫോണാണ്. അത് ഞാനിപ്പം ലീഗലി കോർട്ടിൽ ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇവൻ പോയി കഴിഞ്ഞിട്ടാണ് 16 Pro Max ഞാൻ എടുക്കുന്നത്. അതായത് ഇവൻ പോകുന്ന സ്റ്റേജ് ആയപ്പോഴാണ് 16 Pro Max എടുക്കുന്നത്. അത് പുതിയ ഐക്ലൗഡ്. അപ്പം എൻ്റെ ഐക്ലൗഡ് എങ്ങനെ നിനക്ക് കിട്ടിയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ബിക്കോസ് ഐ ഹാവൻ ഷെയർഡ് എൻ്റെ ഐക്ലൗഡ് ഡീറ്റെയിൽസ് എവിടെയും ഒരാളുടെ അടുത്തും. സോ നിനക്ക് എങ്ങനെ അത് കിട്ടിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കഥ മെനയുമ്പോൾ ഇങ്ങനെ ഇരുന്ന് മെനയരുത് കേട്ടോ. ഇങ്ങനെ ഇരുന്ന് നീ ഉണ്ടാക്കരുത്. ബാക്കി കേൾക്കാം. ഇന്ന് നമ്മൾ പ്രധാനപ്പെട്ട ഡയറിയിലെ വിഷയത്തിലാണ് പോകുന്നത്. ജവാൻ ആൻഡ് ജോയിൻറ്റ്, അതായത് ഡ്രഗ്സിലോട്ടാണ് നമ്മൾ പോകുന്നത്. സോ ഐ സ്റ്റാർട്ട് വിത്ത് പ്ലേയിങ് എ വീഡിയോ. ഞാൻ എന്ത് ചെയ്ത് ഇവളെ HIV ആണെന്ന് പറഞ്ഞതിൻ്റെ ടെസ്റ്റ് ഞാൻ എടുത്ത്, പിന്നെ ഡ്രഗ്സ് യൂസ് ചെയ്യാനുള്ള അതിൻ്റെ ടെസ്റ്റ് കൊടുത്ത്, എല്ലാ ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഒന്നും ഞാൻ മാറ്റി വെച്ചിട്ടില്ല. അവള് പറഞ്ഞ എന്തൊക്കെ കാര്യങ്ങൾ അത് മൊത്തം ടെസ്റ്റ് എടുത്ത് വെച്ചു. ഇവളെ ടെസ്റ്റിന് വേണ്ടി വിളിച്ചു. 10 മണിക്ക് എനിക്ക് വരാൻ പറ്റുമോ, ഇനി 10 മണിക്ക് വരണമെങ്കിൽ നാളെ വരാൻ പറ്റുമോ. മെഹനാസിന് ഇവളും വിളിച്ചു. ഇവരാരും വരുന്നില്ല. റബ്ബേ, എന്തെല്ലാം കള്ളമാണ് ഒറ്റ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞു പോകുന്നത്. ഹൗ ഡു യു ഡു ദിസ്? മെഹനാസിൻ്റെ കാര്യം വിടും. ഓക്കെ, മെഹനാസിൻ്റെ കാര്യം എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. മെഹനാസ് എൻ്റെ ഭർത്താവോ അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞമ്മയുടെ മോനൊന്നുമല്ല. മെഹനാസിൻ്റെ കാര്യം വിട്ട് അലഗ് ബാത്ത് എന്നെ പറ്റി സംസാരിക്കാം.
സോ ഇവൻ ഇതിൽ പറയുന്നുണ്ട് HIV ടെസ്റ്റ് എടുത്തു. ഞാൻ എവിടെയും നിനക്ക് HIV ആണെന്ന് ഫുൾ സ്റ്റേറ്റ്മെൻറ്റ് കുത്തിട്ടിട്ട് സംസാരിച്ചിട്ടില്ല. നിനക്ക് HIV വരും, നീ പുഴുത്ത് നാറും ചാവും എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് നിനക്ക് HIV ആണ്, ഷിബിലി ഒരു HIV രോഗിയാണ് എന്ന് വരുന്നത് ഞാൻ എവിടെയെങ്കിലും സംസാരിച്ചിട്ടുണ്ട്? എൻ്റെ ഏതെങ്കിലും വീഡിയോസിൽ അങ്ങനെ ഉണ്ടോ? നിനക്ക് വരും എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ഡ്രഗ് ടെസ്റ്റ്, അതായത് നീ ഈ ശാരികയുടെ ഇൻ്റർവ്യൂ എടുക്കുമ്പോഴത്തേക്ക് നീ പറയുന്നത് നീ ഡ്രഗ് ടെസ്റ്റ് ഓൾറെഡി നടത്തി അവിടെ വന്നിരിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ നീ ഇൻ്റർവ്യൂവിൽ വരുമ്പോൾ നീ ഈ ചാറ്റും കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ നിൻ്റെ ഡ്രഗ് ടെസ്റ്റിൻ്റെ പേപ്പർ എവിടെ? നീ അങ്ങനെ ഒരു പേപ്പർ കാണിക്കണ്ടേ? അതായത് ഇങ്ങനെ ഒരു ഇത് വരും, ഓക്കെ, ഇങ്ങനെ ഒരു ഷീറ്റ് കിട്ടുമല്ലോ, ആ ഷീറ്റ് എന്ത് ചെയ്യും? നിൻ്റെ ഷീറ്റ് എവിടെ? ഷീറ്റ് റിസൾട്ട് നീ കാണിക്കണ്ടേ? വായിൽ മുടി പോയി. പിന്നെ ഇവൻ പറയുന്നത് ഇവൻ എന്നെ 10 മണിക്ക് വിളിച്ചു, മറ്റത് വിളിച്ചു, ഇങ്ങനെ ഒരു കോളേ വന്നിട്ടില്ല. ഇത് നേരെ റിവേഴ്സ് ഉൾട്ടാ നടന്ന കാര്യമാണ്. ഓക്കെ, ആസ് ഇൻ ഈ ഡയറിയുടെ വീഡിയോയിൽ വേറൊരു പ്രധാനപ്പെട്ട റീസണാണ് ലാഗാക്കാനുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അയ്യോ എവിടെ യാ ഇവൻ ഫൺ വിത്ത് സ്റ്റാർസിലും, അതായത് ഓൺലൈൻ മീഡിയ എൻ്റർടൈൻമെൻറ്റ്, ഫൺ വിത്ത് സ്റ്റാർസിൽ ഇവൻ പറയുന്നില്ല, ഓൺലൈൻ മീഡിയ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്ന ചാനലിലാണ് ഫസ്റ്റ് ഡ്രഗ്സിൻ്റെ കാര്യം പറഞ്ഞു പോകുന്നത്. അപ്പം ഐ ടെക്സ്റ്റഡ് ദം, അവളുടെ സൈഡിൽ നിന്ന് റിപ്ലൈ ഇല്ല. പിന്നെ ഞാൻ ഇവരെ വിളിച്ചു, ഈ താന്ന് ഞാൻ സേവ് ചെയ്തേക്കുന്നത്, ഈ താനെ ഞാൻ വിളിച്ചു. അപ്പോൾ താനോട് ഞാൻ പറഞ്ഞു ശരി വരൂ നമുക്ക് ഡ്രഗ് ടെസ്റ്റിന് പോകാം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അപ്പം തന്നെ അപ്പാടെ കോൾ കട്ട് ചെയ്ത് എന്നെ ബ്ലോക്ക് ചെയ്തു. വൈ ഡിഡ് യു ബ്ലോക്ക് മീ? എല്ലായിടത്തും ബ്ലോക്കാണ്. 2 നമ്പർ എന്നെ ബ്ലോക്ക് ചെയ്തേക്കാണ്. വാട്സപ്പ് ബ്ലോക്കാണ്, ഇൻസ്റ്റ ബ്ലോക്കാണ്, എല്ലായിടത്തും ബ്ലോക്കാണ്. പിന്നെ ഇവൻ എങ്ങനെയാണ് എൻ്റെ അടുത്ത് പറയുന്നത് ഇവനെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഇൻ്റർവ്യൂവിൽ ഇരുന്ന് മറിയുന്നുണ്ട് ഇവനെ വെല്ലുവിളിക്കാൻ. പോട്ടെ, നമ്മൾ അടുത്ത വഴി കണ്ടുപിടിക്കും, നമ്മൾ എല്ലാത്തിനും ഒരു വഴി കണ്ടുപിടിക്കും. സോ ഞാൻ അജിനേട്ടനെ വിളിച്ചു. ഫൺ വിത്ത് സ്റ്റാർസിൽ ഇവൻ ഇൻ്റർവ്യൂ എടുത്ത ഒരാളെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് ഇതുപോലെ ഇൻ്റർവ്യൂ എടുക്കാം. ഇൻ്റർവ്യൂ എടുത്തിട്ട് ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ഒരു ചാനൽ വെച്ചിട്ട് 2 സൈഡും 2 പേരെയും ടെസ്റ്റ് ചെയ്ത് ലൈവായിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് ചാനലിൽ ഞാൻ ഫ്രീ ആയിട്ട് ഇൻ്റർവ്യൂ വരാമെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ നോർമലി ഫ്രീ ആയിട്ട് ഇൻ്റർവ്യൂ കൊടുക്കത്തില്ല, പക്ഷേ ഞാൻ ചാനലിനോട് പറഞ്ഞു ഈ കേസ് തെളിയിക്കാൻ വേണ്ടി നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ഇൻ്റർവ്യൂ ഞാൻ തരുന്നതായിരിക്കും, ഇവനെയും വിളിച്ച് കൊണ്ടുവരുത്തി വരണം. ബിക്കോസ് ഇവൻ ഒരിക്കലും എൻ്റെ ചാനലിൽ ഇവിടെ സൈഡിൽ വന്നിരുന്നിട്ട് നമുക്ക് ടെസ്റ്റിന് പോകാമെന്ന് പറഞ്ഞ് ചെയ്യത്തില്ല. സോ ഐ ഹാഡ് ആൻ ഓപ്ഷൻ, അങ്ങനെ ഒരു ചാനലിൽ വിളിക്കാം. ഞാൻ എന്തായാലും ആ കോൾ റെക്കോർഡിങ് ഞാനൊന്ന് കേൾപ്പിക്കാം, അജിനേട്ടനെ വിളിച്ചേക്കുന്നത്. ഹലോ, അതെനിക്കൊരു കാര്യം പറയാനായിരുന്നു. ഒരു കാര്യം പറയാനായിരുന്നു. ഇപ്പൊ ഈ ഡയറിയുടെ പ്രശ്നം അറിയുമോ? ഡയറിയുടെ പ്രശ്നം അറിയോ? അറിയാലോ. അപ്പൊ അതിലൊരു സംഭവം ഉണ്ട്, ഞാൻ ഡ്രഗ്സ് ഉപയോഗിക്കുന്നെന്ന് എഴുതിയിട്ടുണ്ടെന്ന്. പക്ഷെ എനിക്ക് ഡ്രഗ്സിന്റെ കാര്യം ക്ലാരിഫൈ ചെയ്യാനാണ് ഞാൻ ഇന്റർവ്യൂ തരാന്ന് പറഞ്ഞത്. അതായത് എനിക്ക് എന്നെ അവനെ വിളിച്ചിരുത്തി ടെസ്റ്റ് ചെയ്തിട്ട് അത് കാണിക്കണമെന്നുണ്ടായിരുന്നു. അതായത് ഹോസ്പിറ്റലിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്യാലോ. ടെസ്റ്റ് ചെയ്തിട്ട് എന്തായാലും എന്റെ ചാനലിൽ വന്നിട്ട് നമ്മൾ സംസാരിക്കുന്നത്. ഞാൻ ഓൾറെഡി അവനെ വിളിച്ചപ്പോൾ അവനെന്നെ ബ്ലോക്ക് ചെയ്തു. അപ്പൊ ഞാൻ വിചാരിച്ച് അവനെടുത്ത് ഇന്റർവ്യൂസിൽ ഏതെങ്കിലും ഒരു ചാനലിൽ കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പൊ അവൻ അതിന് വില്ലിങ് അല്ല. അപ്പൊ എന്താ ചെയ്യാൻ പറ്റുക? ഒന്ന് വിളിച്ച് സംസാരിക്കും. ഇങ്ങനെ ഫണ്ടിനെ വിളിച്ചായിരുന്നു, ഇങ്ങനെ ടെസ്റ്റ് തരാൻ റെഡിയാണ്, അപ്പൊ ചാനലിൽ വന്നിരുന്ന് തരാൻ പറ്റുമോ ചോദിക്കാവോ? ഓക്കെ ശരി, ഓക്കെ. സോ അജിനേട്ടൻ സെക്കൻഡ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവൻ ഫോൺ എടുക്കുന്നില്ല എന്ന്. അതായത് നമ്മൾ ഇൻ്റർവ്യൂ കൊടുത്ത് ഇൻ്റർവ്യൂവിൽ ഡയറക്റ്റ് നമുക്കെന്നാൽ വിളിച്ചു നോക്കാമെന്ന് അജിനേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു. ഐ വാസ് ഓക്കെ വിത്ത് ദാറ്റ് പ്ലാൻ, ബിക്കോസ് അവൻ എന്തായാലും ഫോൺ എടുക്കുന്നില്ല. അപ്പം നാട്ടുകാർ കാണേ അത് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അതിന് മുന്നെയാണ് ഞാൻ ഈ ഡയറിയുടെ വീഡിയോ എടുക്കുന്നത്. സോ ഒരുമിച്ച് ടെസ്റ്റ് ചെയ്യാൻ പോകാൻ എനിക്ക് പേടിയില്ല കൂട്ടാ, നിനക്കാണ് പേടി, നീയാണ് ഇൻ്റർവ്യൂവിൽ വന്നിരുന്ന് ഡയലോഗ് അടിക്കുന്നത്, എനിക്ക് പേടിയാണെന്ന്. ഞാൻ ആ വീഡിയോ ഇവിടെ പ്ലേ ചെയ്യാം. ഓക്കെ, ആരും ഇവർ പേടിക്കണേ? ഞാൻ തയ്യാറ, ഇന്നെ പറ്റിയിട്ട് ഞാനല്ലേ ഡ്രഗ് ഡീലർ, ഡ്രഗ് സെയിലർ, പിന്നെ ഡ്രഗ് യൂസ് ചെയ്യുന്ന ആൾ ഞാനല്ലേ. ഞാൻ തയ്യാറാണ്, അവരെന്തുകൊണ്ട് തയ്യാറാവണില്ല? എന്തുകൊണ്ട് തയ്യാറാണ്? അവൾ ഡയറി, പേഴ്സണൽ ഡയറിയിൽ അടക്കം കണ്ട് ജോയിൻ്റ് അടിക്കണ്ടെന്ന്. അവൾ തയ്യാറാവൂല, വരൂല. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അവൾ ഇൻസ്റ്റയിൽ ഒരു സ്റ്റോറി ഇട്ട് വരാം, ഞാൻ ഡ്രഗ് യൂസ് ചെയ്യണേ, ടെസ്റ്റ് ചെയ്യാൻ തയ്യാറാണെന്ന് സ്റ്റോറി ഇട്ട് വരാം. ഞാൻ കറക്റ്റ് ഡോക്ടറെ ഞാൻ ഹോസ്പിറ്റലിൽ വിളിച്ചിട്ട് കറക്റ്റ് ടൈമും കാര്യങ്ങളും കറക്റ്റ് ആക്കിയിട്ട് ഞാൻ പറയാം എന്നാ വരണ്ടേന്ന്. അതിൻ്റെ പിറ്റേ ദിവസം തന്നെ സെറ്റാക്കിയിട്ട് എന്നാ വരണ്ടെന്ന് ഞാൻ പറയാം. ₹1 ടോക്കൺ ചാർജും ടെസ്റ്റിംഗ് ചാർജും ഒരു തേങ്ങയും കൊടുക്കേണ്ട. ഓള് ഒന്ന് വന്നാൽ മതി. ഓളും വരണം, മൈനാസും വരണം. എന്തുകൊണ്ട് വരുന്നില്ല? അതാണ് എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളത്. എന്തുകൊണ്ട് വരുന്നില്ല? നീ വരാത്തതുകൊണ്ട് ഞാൻ തന്നെ പോയി ലാബ് ടെസ്റ്റ് നടത്തി, ഞാൻ റിസൾട്ട് എടുത്തു. സോ ഹിയർ വി ഗോ. There you see.
marijuana, which means joint. Eh? Joint not detected in my body. I am not a user of drugs, bro. ഇനി നമുക്ക് DDRC പോയ വീഡിയോ കാണാം. ഓക്കെ, തെളിവിന് വേണ്ടി എല്ലാം നമ്മൾ തെളിവെടുക്കണമല്ലോ. സോ ദിസ് ഇസ് മീ ഗോയിങ് ടു DDRC. അത് കഴിഞ്ഞ് ഇവൻ ടോക്കൺ ചാർജ് എടുക്കാന്നൊക്കെ പറഞ്ഞ പൈസ ഞാൻ തന്നെ കൊടുത്തു കേട്ടോ. ബില്ല് പേ ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ 5 പാനൽ എടുത്തു. പക്ഷേ ഷിബിലി ഇനി വരുവാണെങ്കിൽ നമ്മൾ 9 പാനലായിരിക്കും നമ്മൾ ഒരുമിച്ച് ചെയ്യുന്നത്. ഇപ്പം ഞാൻ 5 പാനലാണ് എടുത്തത്. ബിക്കോസ് 5 പാനൽ എന്ന് വെച്ചാൽ മെയിനായിട്ട് ജോയിൻറ്റിൻ്റെ വരെ ടെസ്റ്റ് ചെയ്യാനാണ് മരിച്ചുവാന. സോ ഇതാ ഞാൻ പോയി ബാത്റൂം കയറുന്ന വരെ ഞാൻ വീഡിയോ എടുത്തു. യൂറിൻ എടുക്കുന്നു, ടെസ്റ്റ് ചെയ്യുന്നു, യൂറിൻ ഫില്ല് ചെയ്തു. യൂറിൻ എങ്ങനെ എടുക്കുന്നതെന്ന് നമുക്ക് കാണിക്കാൻ പറ്റത്തില്ലോ. സോ യൂറിൻ ഫില്ല് ചെയ്യുന്ന അവിടെ ഫില്ല് ചെയ്ത് തിരിച്ചു വന്നു. ഖത്തം കലാസ്, ദിസ് ഇസ് മൈ റിപ്പോർട്ട്, നോട്ട് ഡിറ്റക്റ്റഡ്. ഓക്കെ, ഇനി എനിക്ക് ഷിബിലിയോടാണ് പറയാനുള്ളത്. ഇനി ഈ വീഡിയോ കണ്ടിട്ട് ഷിബിലി വരുവാണെങ്കിൽ ദിസ് ഇസ് അനദർ ഓപ്പൺ ചലഞ്ച്. ഇത് ഫൈനൽ ചലഞ്ച് ആയിരിക്കും, ഫൈനൽ ഓപ്പൺ ചലഞ്ചാണ്. നിനക്ക് വരാൻ പറ്റുവാണെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലുണ്ട്. യു നോ വെയർ മൈ ഹോം ഇസ്. നമുക്ക് ഒരുമിച്ച് വന്ന് നമുക്ക് ഇൻ്റർവ്യൂ ചാനലിനെ വിളിച്ച് വരുത്തി, അതായത് അജിനേട്ടൻ, ഫൺ വിത്ത് സ്റ്റാർസിലെ അജിനേട്ടൻ, അല്ലെങ്കിൽ വേറൊരു പുതിയ ഇൻ്റർവ്യൂ ചാനൽ വിളിച്ച് വരുത്തി നമ്മൾ അവരുമായിട്ട് പോയി നമ്മൾ ടെസ്റ്റ് 9 പാനൽ ടെസ്റ്റ്, വിച്ച് മീൻസ് MDMA യൂസ് ആക്കുന്നുണ്ടോ എന്നുള്ള ടെസ്റ്റ് നമ്മൾ 2 ചെയ്ത് വരാൻ ഞാൻ റെഡിയാണ്. ഇത് ഞാൻ ഓൾറെഡി ടെസ്റ്റ് എടുത്തു. ദിസ് വാസ് ഡൺ ഓൺ ഫസ്റ്റ് വീക്ക്, ഏപ്രിൽ ഫസ്റ്റ് വീക്കാണ് ഞാൻ ചെയ്തേക്കുന്നത്. സോ നീ ആയിട്ട് ഇനി വരുവാണെങ്കിൽ നമ്മൾ 2 ഒരുമിച്ച് പോയിട്ട്, നീ ടോക്കൺ ചാർജും പൈസ എല്ലാം കൊടുക്കാൻ നീ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നീ പൈസ കൊടുക്കണം എനിക്ക് വേണ്ടി. നിൻ്റെ ഈ അക്യൂസേഷൻസ് ആണ് എനിക്ക് നീ പൈസ കൊടുക്കാൻ പറ്റത്തില്ല, എനിക്ക് താല്പര്യമില്ല അതിന്. ബട്ട് ദിസ് വാസ് ഫ്രം മൈ സൈഡ്. ഇനി 9 പാനലിൽ കുറച്ച് പൈസയാകുമ്പോൾ ആ പൈസയൊക്കെ കരുതിക്കൊണ്ട് വരിക. നമുക്ക് 2 പോവാം, ഹാപ്പി ജോളി ആയിട്ട് ടെസ്റ്റ് ചെയ്ത് ചാനലിൽ കൊടുത്തിട്ട് വരാം. അപ്പോൾ നിനക്ക് തന്തയുണ്ടെങ്കിൽ പ്ലീസ് ഡു കം ഫോർ ദിസ് ചാലഞ്ച് ബ്രോ. ഐ ആം ചലഞ്ചിങ് യു. ഇനി നമുക്ക് എന്തായാലും ഇത്ര ആയ സ്ഥിതിക്ക് നമുക്ക് നിൻ്റെ ക്രെഡിബിലിറ്റിയിലോട്ട് പോകാം. ക്രെഡിബിലിറ്റിയിലോട്ട് പോകുന്നതിന് മുന്നേ ആ ഡയറിയുടെ പേജ് അവിടെ കൊടുക്കാം. 2026 ഫെബ്രുവരി ജവാൻ ആൻഡ് ജോയിൻ്റ് അടിച്ചു. അതിൻ്റെ താഴെ കുറച്ച് ഈ ഡയറി ശ്രദ്ധിച്ച് നോക്കുന്ന ആൾക്കാരാണ് ഞാൻ പറയാണ്, അവരെല്ലാം നൈറ്റ് പോയി എന്നവരിൽ അതിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്. ഈ അവർ എന്ന് പറയുന്ന ആൾക്കാർ ആരാന്ന് എനിക്ക് പറയാൻ താല്പര്യമില്ല. യു ഓൾ ഹാവ് ഫ്രണ്ട്സ് ഹൂ യൂസ് ഡ്രഗ്സ്, ഹൂ ആർ ഇൻ ടു ഡ്രഗ്സ്. അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ദാറ്റ്സ് എ പേഴ്സണൽ, അവരുടെ സ്വന്തം ഇഷ്ടമാണ്. അവർ ഡ്രഗ്സ് ഉപയോഗിക്കുക, ഡ്രഗ്സ് ഉപയോഗിക്കാണ്ടിരിക്കുക. എൻ്റെ ഫാമിലിയിൽ പോലും ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആൾക്കാർ, എനിക്ക് ഫ്രണ്ട്സ് ഉണ്ടെന്ന് എൻ്റെ വീട്ടുകാർക്ക് അറിയാം. ബട്ട് ദേ നോ ഐ ഡോണ്ട് യൂസ് ഇറ്റ്. കാരണം ഞാൻ ഇത്രയും പബ്ലിക്കലി വന്നിരുന്ന് ഇങ്ങനെ ഇരുന്ന് ഡയലോഗ് അടിക്കുമ്പോഴത്തേക്കും ഞാൻ പിന്നാമ്പുറത്ത് അത് യൂസ് ചെയ്താൽ ഒരു നാൾ പിടിക്കും എന്നെനിക്ക് നന്നായിട്ടറിയാം. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ടൈം ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയാണ്. ഓക്കെ, സോ ഐ ഹാവ് ഫ്രണ്ട്സ് ഹൂ യൂസ് ഡ്രഗ്സ്. അവരെല്ലാം നൈറ്റ് പോയി. എൻ്റെ ഫ്രണ്ട്സ് ആരാന്ന് എനിക്കിവിടെ വന്നിരുന്ന് വിളിച്ചിരുത്തി പറയാൻ താല്പര്യമില്ല. ബിക്കോസ് എൻ്റെ ഭാഗത്തുനിന്ന് വന്ന മിസ്റ്റേക്ക്, അതായത് എൻ്റെ ഡയറിയിൽ വന്നിരുന്ന കാര്യം അവരുടെ മിസ്റ്റേക്ക് അല്ലല്ലോ. അവരുടെ പേര് അതിൻ്റെ അകത്ത് എന്തോ ഭാഗ്യത്തിന് ആ പിങ്ക് നോട്ട്സിൻ്റെ കുറച്ച് ഇടയിലാണ് അവരുടെ പേര് എഴുതിയിരിക്കുന്നത്. അത് കാണാത്തത് ഭാഗ്യം. അല്ലെങ്കിൽ അവർ ചെയ്യാത്ത മിസ്റ്റേക്കിന് ഞാൻ ഏറ്റെടുക്കേണ്ടി വന്നേനെ. എനിക്ക് ആ ഒരു ഭയങ്കര കുറ്റബോധം ഉണ്ടായേനെ. ബട്ട് ഐ എം റിയലി ഓക്കെ ബിക്കോസ് അവരുടെ പേരാരും വന്നിട്ടില്ല. ആൻഡ് ഐ ഡോണ്ട് വോണ്ട് ടു പുട്ട് ഔട്ട് ദെയർ നെയിംസ് ഓൾസോ. സോ എവറിബഡി ഹാസ് ഫ്രണ്ട്സ് ഹു യൂസ് ഡ്രഗ്സ്. നിങ്ങളുടെ ആരുടെയും ഫ്രണ്ട്സ് PSC എഴുതി IIT ടോപ്പ് നിൽക്കുന്ന ആൾക്കാരൊന്നും അല്ല. അവരുപയോഗിക്കുന്ന അവരുടെ ഇഷ്ടമാണ്. പക്ഷെ അവരെന്നോട് എങ്ങനെയാണ്, ഹൗ ദേ ആർ ടു മീ മീൻസ് വാട്ട് ഇറ്റ് ഇസ് ടു മീ. ബേസിക്കലി കട്ട് ഷോർട്ട്, എൻ്റെ ഫ്രണ്ട്സ് ഉപയോഗിക്കുന്ന കാര്യം എനിക്ക് അവരെ വന്നിരുന്ന് വിളിച്ചിരുത്തി ഇങ്ങനെ എക്സ്പോസ് ചെയ്യാൻ താല്പര്യമില്ല. അത് അവരുടെ ഇഷ്ടമാണ്. ഞാൻ ഉപയോഗിച്ചില്ല. ഞാൻ കോൾ ഔട്ട് ചെയ്യുന്നത് ലല്ലുവിനാണ്. ലല്ലുവിൻ്റെ ഫ്രണ്ട്സ് ഉപയോഗിക്കുന്നതും എനിക്ക് പ്രശ്നമില്ല. ഐ നോ ഫ്രണ്ട്സ് ലല്ലുവിൻ്റെ ഉപയോഗിക്കുന്ന എല്ലാം എനിക്കറിയാം. പക്ഷേ അവരെയും ഞാൻ കോൾ ഔട്ട് ചെയ്യേണ്ട കാര്യമില്ല. ബിക്കോസ് ദിസ് ഇസ് ബിറ്റ്വീൻ മീ ആൻഡ് ലല്ലു. സോ ഞാൻ എന്തായാലും ചെയ്തു. ഇനി ലല്ലു വന്ന് നമുക്ക് ഒരുമിച്ചിരുന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവാം. നീ ഓൾറെഡി ടെസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന റിപ്പോർട്ട് എനിക്ക് കണ്ട. ബിക്കോസ് നീ പണ്ട് ഇതുപോലെ സൂയിസൈഡിന് ബാംഗ്ലൂരിൽ നിന്ന് ഒരു അറ്റംപ്റ്റ് ചെയ്ത് ഹോസ്പിറ്റലിൽ നിന്ന് പൈസ കൊടുത്ത് ചെയ്യാനിരുന്ന ആളാണ്. പക്ഷേ നിങ്ങൾക്ക് DDRC വിളിച്ച് നീ വേണമെങ്കിൽ അങ്ങനെ ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കാം കേട്ടോ. ഞാൻ കൈക്കൂലി കൊടുത്തോന്ന്, അല്ലെങ്കിൽ വേണമെങ്കിൽ ഇതാക്കാം, എനിക്ക് പ്രശ്നമില്ല. ബട്ട് ഐ ആം എഗെയിൻ റെഡി. ഇനിയും ഞാൻ ടെസ്റ്റ് എടുക്കാൻ റെഡിയാണ്. തലമുടി ടെസ്റ്റ് എടുക്കണോ, എന്ത് ടെസ്റ്റ് വേണമെങ്കിലും ഞാൻ എടുക്കാൻ റെഡിയാണ്. എനിക്ക് പ്രശ്നമില്ല. സോ ലെറ്റ്സ് ഗോ ടു യുവർ ക്രെഡിബിലിറ്റി ബ്രോ. ആദ്യം ഞാനൊരു വീഡിയോ പ്ലേ ചെയ്യാം. ബിക്കോസ് ഹി വാസ് അഡിക്റ്റഡ് ഫോർ ഡ്രഗ്സ്. ലല്ലു ഇബി, മുഹമ്മദ് സെബൽ ഡ്രഗ്സിന് അഡിക്റ്റായിട്ട് VRC വെട്ടം
VRC വട്ടം ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി. റീഹാബിലിറ്റേഷൻ സെൻ്ററാണ്. സത്യം പറഞ്ഞാൽ ഭ്രാന്തുള്ള ആൾക്കാരാണ് കൂടുതലും കൊണ്ടുവരുന്നത്. അതായത് നമുക്ക് ഈ നിർത്താൻ പറ്റാത്ത ടെംപ്റ്റേഷൻസ് ഒക്കെ ഉള്ള ആൾക്കാരാണ് കൂടുതലും അവിടെ ഇൻപേഷ്യൻ്റ് ആയിട്ട് നിർത്താറ്. സോ യു ആർ അഡ്മിറ്റഡ് ദെയർ. എന്തായാലും ആദ്യം നമുക്ക് VRC ഷീറ്റ് ഞാൻ കാണിക്കുന്നതിന് മുന്നേ നിൻ്റെ ഫാമിലി മെമ്പേഴ്സിനെ പറ്റി പറയുന്ന കുറച്ച് കേൾക്കാം. അതല്ല എൻ്റെ ഒരു മര്യാദ. പക്ക ഫ്രോഡാണ്. ഫ്രോഡ് മീൻസ് ഇങ്ങനെ കയ്യിലിരിപ്പൊക്കെ ഭയങ്കര മോശമായിരുന്നു. അവനക്ക് ക്യാഷ് വേണം. വീട്ടിൽ നിന്നൊക്കെ ചെറിയ ചെറിയ എമൗണ്ട് ഒക്കെ ഇങ്ങനെ എടുക്കാറുണ്ടായിരുന്നു. അതായത് ഇവന്റെ തൊട്ടടുത്ത് ഇവന്റെ ഗ്രാൻഡ്മന്റെ വീടാണ്. അവിടെ പോയിട്ടൊക്കെ ക്യാഷ് എടുത്തുകിടുന്നുള്ള ഒരു ഇതൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എന്ന് പറയുമ്പോ ഇവൻ ഒരിക്കലും 5 വർഷമൊന്നും ഗൾഫില് നിന്നിട്ടില്ല. UAE ഇവന് 5 വർഷത്തിന് ശേഷം വന്നിട്ടാണ് ഫസിനെ പരിചയപ്പെടുന്നത്. കാര്യങ്ങൾ എന്ന് പറയുന്നത് പക്കാ കള്ളത്തരാണ്. ഏകദേശം 1 ഇയറോ അതോ 6 മന്ത് അങ്ങനെ എന്തോ ആണ് കറക്റ്റ് ആയിട്ട് നിന്നിട്ടുണ്ടാവുക. അതിൽ കൂടുതൽ നിന്നിട്ടില്ല എന്ന് എനിക്കൊരു ഉറപ്പുണ്ട്. കാരണം അവിടുന്ന് എന്തോ ഡ്രഗ്സിന്റെ ഒക്കെ എന്തൊക്കെ ഇഷ്യൂസും കാര്യങ്ങളും പിന്നെ ഒരു ലേഡി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ടായിട്ട് അവന് പെട്ടെന്ന് ഗൾഫിൽ നിൽക്കാൻ പറ്റുന്നില്ല. അവിടെ എന്തൊക്കെയോ ഇഷ്യൂസ് കാര്യങ്ങൾ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അവിടുന്ന് നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു പെട്ടെന്ന്. അതിനുശേഷം അവന് ഗൾഫിൽ പോയിട്ടില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. കാരണം അന്ന് ആ ഒരു ഇഷ്യൂ വന്നിട്ട് ഇവനെ ഇവിടുന്ന് നാട്ടിൽ നിന്നും പോലീസും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് എന്നുള്ളൊരു സാധനം വന്നപ്പോ ഇവന് നേരെ ബാംഗ്ലൂർക്ക് പോവാണ് ചെയ്തത്. പിന്നെ അതൊക്കെ ഒന്ന് ഒതുങ്ങിയതിന് ശേഷമാണ് ഇവൻ തിരിച്ച് നാട്ടിലേക്ക് അന്ന് വന്നത്. ഗൾഫില് പോയിട്ട് ഡയറക്റ്റ് വീട്ടിലേക്ക് പോലും വരാതെ എന്റെ ഉമ്മാനെ പോലും കാണാതെ ഡയറക്റ്റ് അന്ന് പോയിച്ചിട്ട് ബാംഗ്ലൂരാണ് പോയിട്ടുണ്ടായിരുന്നത്. ഫസി ഇവന്റെ പാസ്റ്റ് ഒക്കെ ശരിക്ക് കേട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നോ എന്നൊക്കെ അറിയില്ല. കാരണം എന്താ വെച്ചാല് ഇവനക്ക് ഈ ഡ്രഗ്സിന്റെ ഒക്കെ യൂസ് ഭയങ്കര ഇതായിട്ട് ഇവനെ റീഹാബിലിറ്റേഷൻ സെന്ററിൽ കൊണ്ടുപോയിട്ടിട്ടുണ്ടായിരുന്നു വട്ടം. അവിടുന്ന് ഇവൻ ഒരു തവണ മതിലൊക്കെ ചാടി അവന്റെ ഫ്രണ്ടിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് അവിടുന്ന് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവന്റെ ഉപ്പയും കാര്യം അവരൊക്കെ കൂടിയിട്ട് വീണ്ടും അവനവിടെ കൊണ്ടാക്കിണ്ടായിരുന്നു. അപ്പൊ അവനൊരു കാര്യം പറയണേ, നിങ്ങൾ ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല, ഷിബില് നന്നാവൂല, ഞാൻ ഇങ്ങനൊക്കെ തന്നെയാണ്, നിങ്ങളെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, ലൈക്ക് ഞാൻ ഇങ്ങനൊക്കെ തന്നെയാണ് എന്നുള്ളത്. ഇവനക്ക് നല്ല ക്യാഷ് വേണം, അതേപോലെ ഗോൾഡ് കാര്യങ്ങളൊക്കെ വേണം. ഇവർക്ക് വയനാടോ കോഴിക്കോടോ അവിടെ എവിടോ ആയിട്ട് ഒരു കുറച്ചും കൂടി ഏജ്ഡ് ആയിട്ടുള്ള ഒരു ലേഡി ആയിട്ട് ഒരു റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഇവന്റെ വീട്ടുകാരും കാര്യങ്ങളൊക്കെ പോയി സംസാരിച്ച് എത്രയോ പൈസ ഒക്കെ നഷ്ടപരിഹാരം കൊടുത്താലേ അത് റെഡി ആവുള്ളൂ, ലൈക്ക് അങ്ങനത്തെ ഒരു കോൺവെർസേഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടായിരുന്നു. ഇവനെ പറ്റി പറയാന്നുണ്ടെങ്കിൽ വീട്ടിലും നാട്ടിലൊന്നും വലിയ നല്ല അഭിപ്രായം വീട്ടിലും നാട്ടിലും വലിയ അഭിപ്രായമല്ല. കേട്ടോ കുടുംബക്കാർ, വെരി ക്ലോസ് റിലേറ്റീവ് പറയുന്നതാണിത്. ഞാൻ സൗണ്ട് മാറ്റിയിട്ടാണ് വെച്ചിരിക്കുന്നത്. ബിക്കോസ് ക്ലോസ് റിലേറ്റീവിൻ്റെ ഒറിജിനൽ വോയിസ് ഇതല്ല. OG വോയിസ് ഞാൻ കേൾപ്പിക്കുന്നില്ല. പക്ഷെ വേണ്ടവർ പറഞ്ഞാൽ മതി, OG വോയിസ് കേൾപ്പിക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് VRCയിൽ അഡ്മിറ്റ് ആയതിൻ്റെ ഷീറ്റ് നമുക്ക് കാണാം. ഓ മൈ ഗോഡ്, ഫാന്റാസ്റ്റിക്. ദിസ് ഇസ് ടു സർട്ടിഫൈ ദാറ്റ് മിസ്റ്റർ മുഹമ്മദ് സെബിൽ, വയസ്സ് കാണിക്കുന്നില്ല, സൺ ഓഫ് കാണിക്കുന്നില്ല, റിസൈഡിങ് അറ്റ് വീട് നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല യൂട്യൂബ് വീഡിയോയിൽ. സോ അഡ്രസ്സ് കാണിക്കുന്നില്ല. ഇസ് അണ്ടർ ഇൻപേഷ്യൻ ട്രീറ്റ്മെൻറ്റ് അറ്റ് ദിസ് ഹോസ്പിറ്റൽ ഫ്രം 4/3/2023. IP നമ്പർ OP നമ്പർ ഞാൻ ഹൈഡ് ചെയ്യുവാണ്. ഹീസ് ഡയഗ്നോസ്ഡ് ടു ഹാവ് ആൽക്കഹോൾ ഡിപ്പെൻഡൻറ്റ് സിൻഡ്രോം, ഡ്രിങ്ക്സ് അഡിക്ഷൻ, and he needs IP care for some more days and long-term rehabilitation treatment for control of his symptoms and to maintain sobriety. സർട്ടിഫിക്കറ്റ് ഡോക്ടർ ഏതാണെന്ന് ഞാൻ ഹൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് വേണ്ടവർ ഡയറക്റ്റ് ചോദിച്ചാൽ മതി, അതും ഞാൻ അയച്ചു തരാം, ഏത് യൂട്യൂബേഴ്സ് ഇൻഫ്ലുവൻസേഴ്സ് ആരാണേലും. സോ ഇതിൻ്റെ മെയിൻ ഫയൽ, അതായത് നമ്മളൊരു റീഹാബിലിറ്റേഷൻ VRC പോകുമ്പോഴത്തേക്കും, VRCയിൽ പോകുമ്പോഴത്തേക്കും അവിടെ നമ്മൾ ഫയലിൽ കുറച്ചധികം ഫാമിലി ഹിസ്റ്ററി എടുക്കും. ഫാമിലിയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ നോക്കും, ഫാമിലിയിൽ ആരെങ്കിലും സൂസൈഡ് ചെയ്തോ, ഇങ്ങനത്തെ കുറേ ഡീറ്റെയിൽസ് എടുത്ത് ഫാമിലി ഹിസ്റ്ററി മൊത്തം എടുത്ത്, ജനറ്റിക്കലി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നെടുത്ത്, പണ്ട് എന്തെങ്കിലും തലക്കടി കിട്ടിയോ, മുറി വെച്ചോ, ഉറക്കത്തിൽ ഇത് കാണോ, ഇങ്ങനെ ഒരുപാട് ടെസ്റ്റ് നമ്മൾ പാസ് ചെയ്ത് ഇതൊക്കെ ഫയൽസിൽ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. ഇതൊക്കെ ഇവൻ്റെ ഞാൻ വീട്ടിൽ കണ്ടിട്ടുണ്ട്. ഞാൻ മലപ്പുറത്ത് നിൽക്കുമ്പോഴത്തേക്കും ഈ ഫയൽ ഫുള്ള് ഞാൻ കണ്ടത്. ഇത്ര ഉള്ള ഒരു ഫയലാണ് ഇവൻ്റെ. ആ ഫയലിൽ ഡീറ്റെയിൽസ് മൊത്തം ഉണ്ട്. അറ്റ് ലാസ്റ്റ് ഇവനെ ട്രീറ്റ് ചെയ്തേക്കുന്ന ഇതിൽ എഴുതിയിട്ടുണ്ട്, ഹീ ഹാസ് അവൻ്റെ ബോഡിയിൽ MDMA പ്ലസ് ജോയിൻറ്റ്, അതായത് മരിജുവാന അവൻ്റെ ബോഡിയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ആൻഡ് ആൽക്കഹോൾ അഡിക്ഷൻ, ഈ ആൽക്കഹോൾ അഡിക്ഷൻ എന്ന് പറയുന്ന സംഭവമുണ്ട്. ആൻഡ് ഇറ്റ്സ് ക്ലിയർലി റിട്ടൺ. സാധാരണ കള്ളു കുടിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ ഒരു ഹോസ്പിറ്റലിൽ
പിടിച്ച് കെട്ടിയിടുവോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം ഇവൻ മതിൽ ചാടിയ ഹോസ്പിറ്റലിൽ നിന്ന്. ഓക്കെ, ഒരു മാസത്തിന് മുകളിൽ ഇവൻ VRCയിൽ അഡ്മിറ്റായി കിടന്ന വ്യക്തിയാണ്. ഇവൻ്റെ ഫാമിലി തന്നെ ഇപ്പോൾ പറഞ്ഞു റിപ്പോർട്ട് കണ്ടു, ഇനി നിങ്ങൾക്ക് എന്താ സംശയം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സോ ഇതിലും കൂടുതൽ റിപ്പോർട്ട്സ് വേണമെങ്കിൽ നമുക്ക് അതിലോട്ട് ചകഞ്ഞ് പോകാം, എനിക്ക് പ്രശ്നമില്ല. ഇതൊക്കെ കിട്ടാൻ ഞാൻ വളരെയധികം കഷ്ടപ്പെട്ടു. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ട് ഗൈസ്. അപ്പം ഇതെന്താ മോനെ, അപ്പം നീ കള്ള് കുടിക്കില്ല, നീ വെള്ളം അടിക്കില്ല, നീ ഡ്രഗ്സ് ഉപയോഗിക്കില്ല എന്നൊക്കെ ഇൻ്റർവ്യൂവിൽ ഉമ്മാനെ പിടിച്ചവരെ സത്യം ഇടുന്നുണ്ട്. ഉമ്മ അവിടെ ജീവിച്ചിരുന്നോട്ടെ കുട്ടാ, വെറുതെ കള്ളസത്യം ഇടാണ്ടിരിക്കാം. മതിലാടി കഥ ഞാൻ മറന്നിട്ടില്ല. ഇനി ഫാമിലി നമ്പർ 2 പോകാം. ഓക്കെ, സോ ദിസ് ഇസ് എ വീഡിയോ ഐ പോസ്റ്റഡ് ഇൻ മൈ യൂട്യൂബ്. ലല്ലു സ്വന്തം സിസ്റ്ററിനോട് ചെയ്ത്, കസിൻ സിസ്റ്ററിനോട് 4 months ago. ഓക്കെ, ആ വീഡിയോ ഒന്ന് എടുത്ത് നിങ്ങൾ നോക്കിയാൽ മതി. അതിൽ ഇവൻ്റെ പെങ്ങൾ വോയിസിൽ പറയുന്ന സെയിം സാധനം, ഇപ്പം ഈ ആൾ പറഞ്ഞ സെയിം സാധനം ഇവൻ്റെ അടുത്ത ക്ലോസ് റിലേറ്റീവ് പറയുന്നുണ്ട്. VRCയിൽ കെട്ടിയിട്ട് കൊണ്ടുപോയ കഥ ഇതേ സെയിം കഥയാണ്. സോ യു ആർ അഡ്മിറ്റഡ് ഇൻ VRC റീഹാബിലിറ്റേഷൻ സെൻറ്റർ, അത്രയാണ് എനിക്ക് പറയാനുള്ളത്. സോ ഇവൻ്റെ സ്വന്തം കസിൻ ഇവൻ ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരെ കണ്ടിട്ടുണ്ട് കുട്ടാ. ഇതൊക്കെ എൻ്റെ ചാറ്റ് തെളിവുണ്ട്, വേണമെങ്കിൽ ഞാൻ ഇടാം. ഇനി ഇത് ദിസ് ഇസ് ആപ്പപ്പയോട് ഞാൻ ചോദിച്ചു, ITIയിൽ കഞ്ചാവിന് പൊക്കിയതോ? അപ്പോൾ അതിനൊക്കെയാണ് VRC പോയത്. ITI നീ മലപ്പുറത്താണ് പഠിച്ചത്. ITI പഠിച്ച സ്ഥലത്തുനിന്ന് ഇവൻ്റെ കോളേജല്ല, ഇവൻ +2 കഴിഞ്ഞിട്ട് ITI എന്തോ ഡിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുമല്ലോ, എന്തോ ഒരു സംഭവം ചെയ്യുമല്ലോ, എനിക്കറിയത്തില്ല. +2 കഴിഞ്ഞിട്ട് ഇവൻ ITI ഒരു വർഷം പോയി, അവിടെ നിന്ന് എന്തോ പ്രശ്നം ഉണ്ടാക്കി ഇറങ്ങി വന്നതാണ്. അപ്പോൾ ITIക്ക് പോകുമ്പോഴത്തേക്കും ഞാൻ ഇവനെ പറ്റി വീഡിയോ ഇടാൻ തുടങ്ങിയ സമയത്ത് തന്നെ എൻ്റെ അടുത്ത് വന്ന് അവൻ്റെ കോളേജിൽ പഠിച്ച ആൾക്കാർ വളരെ നല്ല വിശേഷങ്ങൾ ഇവനെ പറ്റി പറഞ്ഞു. അവൻ്റെ ബാഗിൽ നിന്ന് കഞ്ചാവ് പൊക്കിയിട്ട് ഇവൻ്റെ ഉപ്പ പ്രിൻസിപ്പലിനെ കണ്ട് വന്ന് കാല് പിടിച്ചതും അങ്ങനത്തെ കുറച്ച് കഥകൾ. സോ അപ്പോഴാണ് ഇവർ VRCയിൽ കൊണ്ടുപോകാൻ എടുത്ത തീരുമാനം എന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? എന്തായാലും നല്ല തീരുമാനം, അതിലൊന്നും മാറ്റം വന്നിട്ടില്ല. ഇത് പഠിക്കുമ്പോൾ ഉള്ള കാര്യമാണ് കേട്ടോ. ഇനി വെരി റീസെൻ്റ്ലി നീ താമസിച്ച ഫ്ലാറ്റിൽ, അതായത് നീ ആലുവയിൽ താമസിച്ച ഫ്ലാറ്റിൽ നീ ഒരു പെൺകുട്ടി, സഫ ഉള്ളപ്പോൾ തന്നെ നീ വേറെ ഒരു പെൺകുട്ടീനെ ഇടയിൽ കൂടെ ചാമ്പി. അപ്പം ആ പെൺകുട്ടിയുടെ വോയിസ് റെക്കോർഡിങ്ങിലോട്ട് നമുക്ക് പോകാം. സോ ഷീ ഈസ് ടോക്കിംഗ് ഫോർ 38 മിനിറ്റ് എന്നോട് സംസാരിക്കുന്നുണ്ട്. 38 മിനിറ്റ് സംസാരിച്ചതിൽ ബേസിക്കായിട്ട് പുള്ളിക്കാരി ഇപ്പോൾ ഒരു കേസ് അവനെതിരെ കൊടുത്തേക്കണം. അപ്പോൾ അതിൽ മെയിൻ കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല, പക്ഷേ ഇവൻ്റെ ജോയിൻറ്റിൻ്റെയും ഡ്രഗ്സിൻ്റെയും കാര്യം മാത്രം ഞാനതിൽ പ്ലേ ചെയ്യാം. ആൻഡ് വോയിസ് മാറ്റിയിട്ടാണ് പ്ലേ ചെയ്യുന്നത്. So yeah, she has filed a case in Aluva East Police Station. വിളിച്ചന്വേഷിച്ചാൽ മതി. So yeah,
ഇത് 38 മിനിറ്റിൽ കുറച്ച് പ്രധാന ഭാഗങ്ങളാണ് ഞാൻ ഇവിടെ കൊടുത്തേക്കുന്നത്. ആൻഡ് ഷി ഹാസ് ഫയൽഡ് എ കേസ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ. അപ്പം ഇത് ഞാൻ അറിഞ്ഞെന്ന് ഇവൻ പറഞ്ഞപ്പോഴത്തേക്കും ഇവൻ അവളോട് പറഞ്ഞു, നീ ഫസ്മിനയോട് മാറ്റി പറഞ്ഞില്ലെങ്കിൽ നിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും ഞാൻ നിൻ്റെ ഇത്താക്ക് അയച്ചു കൊടുക്കും. ബിക്കോസ് ഓൾറെഡി അവൾ താമസിക്കുന്ന സ്ഥലത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നല്ലോ. സോ ഇത്താക്ക് അയച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. ഹൈലൈറ്റ്സിൽ ഇത്താടെ അക്കൗണ്ട്സ് ഒക്കെ കണ്ടുപിടിച്ച്, ഇതല്ലേ ഇത്താടെ അക്കൗണ്ട്, ഞാൻ ഇപ്പോൾ അയക്കും, നീ മര്യാദയ്ക്ക് മാറ്റി പറഞ്ഞെന്ന് പറഞ്ഞാൽ അവിടെ ഭീഷണി. ബട്ട് സിൻസ് ഷീ ഫയൽഡ് എ കേസ്, ഇത്ത ഓൾറെഡി എൻ്റെ അടുത്ത് സംസാരിച്ച് നമ്മൾ കാര്യങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞ് ക്ലിയർ ആക്കിയിട്ടുണ്ട്. അപ്പം ഇനി പോലീസ് വിളിക്കുമ്പോഴത്തേക്കും ഈ വരുന്ന സൺഡേ നീ സ്റ്റേഷനിൽ പോവുക. ആ ഫോട്ടോസൊന്നും നീ കളയില്ലാന്ന് എനിക്കറിയാം. നീ പെൻഡ്രൈവിലാക്കി മെമ്മറി കാർഡിലാക്കി നീ സൂക്ഷിച്ച് വെക്കുമെന്ന് എനിക്കറിയാം. കാരണം നിനക്ക് അങ്ങനെ ഒരു അസുഖം ഉണ്ടല്ലോ. അപ്പോൾ ഈ നാറയ്ക്കെതിരെ അങ്ങനത്തെ കേസ് കൊടുത്തിട്ട് കാര്യമില്ല ബേസിക്കലി. ഇനി നമുക്ക് അടുത്ത് കാണാം. ഓക്കെ, അടുത്തൊരു MDMA കഥയിലോട്ട് നമുക്ക് പോകാം. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിന് എന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ സ്ഥലം വരുന്നത് ഒസാമ്പടിയാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയുമോയെന്നറിയില്ല. എന്ന് വെച്ചാൽ പുല്ലൂർ ആ ഭാഗത്താണ് വരുന്നത്. അപ്പം എന്ന് വെച്ചാൽ 2023 ആണ് എൻ്റെ എൻഗേജ്മെൻറ്റ്. എൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ മുന്നേ ഇവർ ട്രിപ്പൊക്കെ പോയിട്ട് ഫോട്ടോ ഉണ്ടായിരുന്നു. എന്നിട്ട് നിങ്ങളെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ സമയത്ത്, നിക്കാഹ് കഴിഞ്ഞ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞിരുന്നു, അവന് അങ്ങനെ അത്ര നല്ല ആളല്ല, അവന് നമ്മൾ ട്രിപ്പ് പോയിട്ട് നമ്മളെ ഫോഴ്സ് ചെയ്യുന്നു MDMA യൂസ് ചെയ്യാൻ. അങ്ങനെ ഇവർ തമ്മിലുള്ള പിക്കൊക്കെ ഉണ്ടായിരുന്നു. അത് ഇപ്പം എൻ്റെ കയ്യിലില്ല. എൻ്റെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ ഞാൻ അയച്ചു തരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറയുന്നു, മോശമായിരുന്നു അവന്, പിന്നെ ഞങ്ങൾ കമ്പനി ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളെ വിളിച്ചില്ല നിക്കായിനെന്ന് ചോദിച്ചതാണ്. അപ്പോൾ പറഞ്ഞു, ഇപ്പം കോണ്ടാക്റ്റ് ഒന്നുമില്ല, അന്ന് അവൻ്റെ അടുത്ത് ആ സാധനം കണ്ടുകൊണ്ട് ഞാൻ നിർത്തിയെന്ന് പറഞ്ഞു. എന്താണ് ട്രിപ്പ് പോകുമ്പോൾ ആൾക്കാരെ കൊണ്ട് ഫോഴ്സ്ഫുള്ളി MDMA യൂസ് ചെയ്യാനൊക്കെ നിർബന്ധനം. ഇനി നമുക്ക് ഇവൻ്റെ റൂമിലെ കാഴ്ചയിലോട്ട് പോകാം. ഓക്കെ, മലപ്പുറത്ത് ഇവനെ വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ട് ഇവൻ അവിടെ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലെ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അതാ കിടന്നുറങ്ങുന്ന മുഹമ്മദ് സെബിൽ. എന്തൊരവസ്ഥയിലെ നിലത്തൊക്കെ കിടന്നുറങ്ങുന്നത്. ഇത് മുഹമ്മദ് സെബിലിൻ്റെ റൂമിലെ കുപ്പികൾ, ബിയർ ബോട്ടിൽസ് അല്ലേ സെബിൽ? അത് കള്ള് കുടിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചതാണ്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട അടുത്തതിലോട്ട് പോകാം. MDMA പാക്കറ്റ് ഇൻ യുവർ റൂം. വാവ്, എങ്ങനെയാണ് MDMA പാക്കറ്റ് വന്നത്? എനിക്കതാണ് ചോദിക്കാനുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്, നീ വരുവാണെങ്കിൽ നമുക്ക് 9 പാനൽ ടെസ്റ്റ്, MDMAയും കൂടെ അടങ്ങിയ ടെസ്റ്റാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നീ വരുവാണെങ്കിൽ, നിനക്ക് തന്ത ഉണ്ടെങ്കിൽ നീ വരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് ഓൾസോ ഇവന് നാട്ടിൽ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു മലപ്പുറത്ത്. ഇപ്പോൾ ഒരു ഫ്രണ്ട്സും ഇവൻ്റെ കൂടെ ഇല്ല. ഓക്കെ, ഇവൻ വഴി പരിചയപ്പെട്ട ഇവൻ്റെ ഫ്രണ്ട്സിനെ അവരൊക്കെ എന്നോട് ഇപ്പോൾ സംസാരിക്കുന്നുണ്ട്, അവൻ്റെ അടുത്ത് സംസാരിക്കുന്നില്ല. നിൻ്റെ ഫ്രണ്ട്സ് പോലും നിൻ്റെ അടുത്ത് സംസാരിക്കുന്നില്ല. നീ ആയിട്ടുള്ള ഫോട്ടോസ് പോലും ഇൻസ്റ്റയിൽ നിന്ന് ഒഴിവാക്കി. അതാണ് അവസ്ഥ. ഇനി നമുക്ക് അടുത്ത ഇതിലോട്ട് പോകാം. പബ് ഫസ്മിന. പബ്ബിൽ തുള്ളുന്ന ഫസ്മിന. തൊണ്ടയ്ക്ക് ചെറിയ സൗണ്ടിനും പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് ഒച്ചോർത്ത് സംസാരിക്കുന്നത്. ഓക്കെ, സോ പബ്ബിലെ തുള്ളുന്ന ഫസ്മിന, പബ്ബിൽ കറങ്ങി നടക്കുന്ന ഫസ്മിന. അസ്തഗ്ഫിറുല്ലാ. യെസ്, ഐ അറ്റൻഡ് പാർട്ടീസ്. ഞാൻ കൊച്ചിയിൽ പാർട്ടീസിന് പോകാറുണ്ട്. വേറെ എവിടെയെങ്കിലാണെങ്കിലും ഞാൻ നല്ല നല്ല പാർട്ടീസ് പോകാറുണ്ട്. ഇപ്പോൾ അല്ലസറിൽ ഒരു കോൺസേർട്ട് വന്നു, ഞാൻ അത് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെയുള്ള പരിപാടികൾ ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ട്. അതിലെന്താണ് മിസ്റ്റേക്ക് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ ഈ യുവാവ് പറയുന്നത് പാർട്ടീസ് അറ്റൻഡ് ചെയ്യുന്നവർ വേശികളാണ്. ആർ യു ഷുവർ? അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ യുവാവ് പാർട്ടീസ് അറ്റൻഡ് ചെയ്യാറുണ്ടോ? ഇല്ല എന്നാണല്ലോ യുവാവ് പറയുന്നത്. സോ ദിസ് ഇസ് ക്ലിയർലി യുവർ ഹൈലൈറ്റ്സ്. ബാംഗ്ലൂർ മുഹമ്മദ് സെബിൽ തുള്ളുന്ന ദൃശ്യങ്ങൾ നിങ്ങളീ കാണുന്നു. മുഹമ്മദ് സെബിലിൻ്റെ കയ്യിൽ ഉറപ്പായിട്ടും അത് സംസം വെള്ളമല്ല, അത് ബിയർ ബോട്ടിലാണ്. ഒരു പാർട്ടിയുടെ ഇടയിൽ മുഹമ്മദ് സെബിൽ ബിയർ ബോട്ടിൽ പിടിച്ചു നിൽക്കുന്നു. വേശികൾ, മനസ്സിലായോ? ഓ, എന്താ തുള്ളല്! തുള്ളി കുത്തി മറിയുവാണ് യുവാവ്. മൈ ഗോഡ്, ഇതൊക്കെ കണ്ടുപിടിക്കാൻ കുറച്ചധികം ഞാൻ കഷ്ടപ്പെട്ടു. പക്ഷെ നമ്മൾ എന്തായാലും പിടിക്കും. ഇനി ഇതിൻ്റെ അപ്പുറത്തോട്ട് പിടിക്കണമെങ്കിൽ നമ്മൾ അതും പിടിക്കും. ഇതിൻ്റെ വേര് ചെയ്യുകയാണെങ്കിൽ അതും ഞാൻ ചെയ്യിക്കും. ഇൻ്റർവ്യൂസിൽ പോയി ഇനി ഇരുന്ന് കുണച്ചാലും നിനക്ക് ഇതിൻ്റെ അപ്പുറത്തിരുന്ന് ഉള്ള തെളിവുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. എന്നെ കൊണ്ട് അത് ചെയ്യിക്കരുത്. ബിക്കോസ് ഐ നോ എ ലോട്ട് ഓഫ് തിങ്സ്. യാ, ഇനി നമുക്ക് പ്രധാനപ്പെട്ട അടുത്ത കാര്യത്തിലോട്ട് പോകും. ഫസ്മിനയുടെ റിലേഷൻ സ്റ്റാറ്റസ്. ഓക്കെ, അതായത് അത് പറയുന്നതിന് മുന്നേ ഐ ഷോ സംതിങ്. ഐ പോസ്റ്റഡ് എ വീഡിയോ ഓൺ February 14th.
മൈ കറണ്ട് റിലേഷൻ എന്ന് പറഞ്ഞിട്ട് 2 മാസം മുന്നേ 14 ഫെബ്രുവരി ആ ഡേറ്റ് എടുത്ത് നോക്കിയാൽ മതി, ഞാൻ പോസ്റ്റ് ചെയ്ത വീഡിയോ ആണത്. അപ്പം ആ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ കേൾപ്പിക്കാം. ഓക്കെ, ഫസ്റ്റ് പിന്നെ സിംഗിളാണോ കമ്മിറ്റഡ് ആണോ? ഞാൻ സത്യം പറയാം, സിംഗിളാണോ കമ്മിറ്റഡ് ആണോ എന്നുള്ള ചോദ്യത്തിന് എനിക്ക് സത്യം പറഞ്ഞാൽ ഉത്തരം തരാൻ പറ്റത്തില്ല. ബിക്കോസ് ഇറ്റ്സ് വെരി പ്രൈവറ്റ് ആൻഡ് ഞാൻ പ്രൈവറ്റായിട്ടേ കൊണ്ടുപോകത്തുള്ളൂ. ഇഫ് ഐ ഹാവ് എ റിലേഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ പ്രൈവറ്റായിട്ടേ കൊണ്ടുപോകത്തുള്ളൂ. പക്ഷേ എനിക്ക് ഇനി ഒരു റിലേഷൻ ഉണ്ടെങ്കിൽ ഞാനത് ഭയങ്കര പ്രൈവറ്റായിട്ടേ കൊണ്ടുപോകുള്ളൂ. ബിക്കോസ് ഐ ബിലീവ് മേക്ക് ഇറ്റ് പ്രൈവറ്റ് അണ്ടിൽ ഇറ്റ്സ് പെർമനൻറ്റ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങളെ അറിയിക്കുമെന്ന്. കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ചിലപ്പോൾ അറിയിക്കാൻ ചാൻസ് കുറവാണ്. ഒരു റിലേഷൻ ഉണ്ടെങ്കിൽ തന്നെ അത് വെറുതെ ആൾക്കാരെ കാണിച്ച് വഷളാക്കാണ്ട് നല്ല മനോഹരമായി ബ്യൂട്ടിഫുള്ളായിട്ട് പ്രൈവറ്റായിട്ട് കൊണ്ടുപോകാം അല്ലോ. സോ ഐ തോട്ട് ഇനിയുള്ള റിലേഷൻ അത്രയും അടിപൊളിയായിട്ട് കൊണ്ടുപോകാം. ആൻഡ് ഇപ്പോൾ റിലേഷൻ ഉണ്ടോയെന്ന് ഞാൻ പറയത്തുമില്ല. ഇറ്റ്സ് വെരി പ്രൈവറ്റ്. സോ അത്രേ ഉള്ളൂ. റിലേഷൻ ഞാൻ പ്രൈവറ്റായിട്ട് ഇപ്പോൾ കൊണ്ടുപോകും, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. അതിൻ്റെ അർത്ഥം എനിക്കിപ്പോൾ ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഞാൻ ഉത്തരം തരുന്നില്ല, ഇല്ലേന്ന് ചോദിച്ചാൽ ഞാൻ ഇല്ലെന്നും പറയത്തില്ല. ഈ വീഡിയോ ഐ പോസ്റ്റ് ഓൺ February 14th. ഇതിൽ വെരി ക്ലിയർ ആയിട്ട് ഞാൻ സിംഗിളാണോ കമ്മിറ്റഡ് ആണോ എന്ന് ഞാൻ പറയുന്നില്ല. ആൻഡ് ആ സമയത്തും ഞാൻ മുഹമ്മദ് സെബിൽ എന്ന് പറയുന്ന വ്യക്തി, ആ നാറീനെ ഞാൻ എക്സ്പോസ് ചെയ്യുന്ന അതേ സമയത്താണ് ഞാൻ ആ വീഡിയോ ഇട്ടിരിക്കുന്നത്. സോ ഐ ക്ലിയർലി മെൻഷൻ ദ വേർഡ് പ്രൈവറ്റ്. അതായത് ഞാൻ എൻ്റെ എനിക്കൊരു റിലേഷൻ ഉണ്ടെങ്കിൽ ഞാനത് പ്രൈവറ്റായിട്ടേ വയ്ക്കത്തുള്ളൂ. ഇപ്പോൾ പോലും നിങ്ങൾ എൻ്റെ റിലേഷൻ സ്റ്റാറ്റസ് ചോദിച്ചാൽ ഞാൻ ഒരിക്കലും വന്നിരുന്ന് ഇനി ഒരിക്കലും എൻ്റെ ഒരു റിലേഷൻ ഞാൻ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് ഐ വോണ്ട് ബി ഡൂയിങ് കപ്പിൾ വീഡിയോസ്. ഞാൻ കപ്പിളായിട്ടുള്ള മറ്റേ സാധനങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല. എനിക്കൊരു റിലേഷൻ ഉണ്ടെങ്കിൽ ഐ വോണ്ട് ടു കീപ്പ് ഇറ്റ് പ്രൈവറ്റ്. അതാണ് എനിക്കിഷ്ടം. അത് ഞാൻ ഓൾറെഡി വെരി എവിഡൻ്റ് ആയിട്ട് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഓൾ മൈ റിലേഷൻസ് വെർ പബ്ലിക്. അതെല്ലാം മൂഞ്ചി പോയിട്ടുണ്ട്. സോ നെക്സ്റ്റ് വൺ എനിക്ക് പ്രൈവറ്റായിട്ട് വെക്കണം. ഇറ്റ്സ് മൈ വിഷ്, മേരി മർസി. അതെനിക്ക് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല, നിങ്ങളാരെയും ബോധിപ്പിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഞാൻ ആ വീഡിയോ ഇടുന്ന സമയം, അതായത് എനിക്ക് റിലേഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് ഞാൻ ഒരു ഉറപ്പ് തരാത്ത സമയത്തും ഐ വാസ് എക്സ്പോസിങ് ഷിബിലി. ആൻഡ് ഇനി നമുക്ക് അതിൻ്റെ കമൻറ്റ് സെക്ഷനിലോട്ട് പോവാം. ഓക്കെ, ഞാൻ ഈ എക്സ്പോസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ആ ഇട്ട വീഡിയോയ്ക്ക് വന്ന കമൻറ്റ്സ് ആണ്. ഇത്ര കമ്മിറ്റഡ് ആണെങ്കിൽ ഐ എം സോ മച്ച് ഹാപ്പി ഫോർ യു, ബ്ലാ ബ്ലാ ബ്ലാ, ഇൻഷാല്ലാ ഹാപ്പി ആയിട്ടിരിക്കുക, യു ഡിസേർവ് ദ ബെസ്റ്റ് ലൈഫ്. അടുത്ത കമൻറ്റ്, മാഷാല്ലാ ചേച്ചി ഫൈനലി ഹാപ്പി ആയി, ലെറ്റ് ഇറ്റ് ബി ഓൾവേസ്. അടുത്ത കമൻറ്റ്, അറ്റ് ദിസ് യു ഫൈനലി റിയലൈസ് ദാറ്റ് കീപ്പിംഗ് ഇറ്റ് പ്രൈവറ്റ് അണ്ടിൽ ഇറ്റ്സ് പെർമനൻറ്റ് ഇസ് ബെറ്റർ. ഇറ്റ് വാസ് നെവർ ടു ലേറ്റ്. ബട്ട് ബിഫോർ ഗെറ്റിംഗ് ഇൻ ടു അനദർ റിലേഷൻ അണ്ടർസ്റ്റാൻഡ് ദറ്റ് പേഴ്സൺ ക്ലിയർലി, ബ്ലാ ബ്ലാ ബ്ലാ. ഇത്ര കമ്മിറ്റഡ് ആണെങ്കിൽ ഐ എം ഹാപ്പി. സത്യം ആരെയും കാണിക്കാൻ വേണ്ടി ഒന്നും ചെയ്യരുത്. പ്രൈവറ്റ് ലൈഫ് ഇസ് പീസ്ഫുൾ, ഫുൾ സപ്പോർട്ട്, മേ യു ഫൈൻഡ് ഹാപ്പിനെസ്, ലവ് ഫ്രം യുവർ പാർട്ട്ണർ, ബ്ലാ ബ്ലാ ബ്ലാ. ഇത്ര നല്ല ആളെ കണ്ടുപിടിക്കണം, മറ്റത് മറിച്ചത്. സോ ഇനി എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ആ വീഡിയോ നിങ്ങളൊന്ന് പോയി കാണുക, അതിൻ്റെ കമൻറ്റ് സെക്ഷൻ എടുത്ത് നോക്കുക. അതിൽ വളരെ ചുരുങ്ങിയ നെഗറ്റീവ് കമൻറ്റ്സ് ഉള്ളൂ. അതായത് ഒരു 100-ൽ 2 നെഗറ്റീവേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. ബാക്കി എവറിബഡി ഈസ് ഹാപ്പി ഫോർ മീ. റിലേഷൻ കണ്ടുപിടിക്കണം, മറ്റാണ്, ഓ മൈ ഗോഡ് യു ആർ ഫൈനലി മൂഡ് ഓൺ, വി ആർ വെരി ഹാപ്പി ഫോർ യു. സോ അന്ന് കമൻറ്റ് ഇട്ട അതേ ആൾക്കാരാണ് ഇപ്പോൾ ഫ്ലിപ്പായിരിക്കുന്നത്. സോ യു ആർ ദ ഗൈസ് ഹൂ ഫ്ലിപ്ഡ്. ഞാനല്ല, ഞാൻ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോഴും ഫ്ലിപ്പ് ചെയ്തിട്ടില്ല. ഞാൻ അന്ന് ഒരിക്കലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിരുന്നു, ഞാൻ ഷിബിലി ഉള്ള സമയത്ത് ഷിബിലി ഉള്ള സമയത്തൊന്നുമല്ല, ഞാൻ ഈ റിലേഷൻ ഡിവേഴ്സ് തരാണ്ട് ഞാൻ ഈ വേറെ റിലേഷനിലോട്ട് പോകത്തില്ല, ഞാൻ വിധവേനം പോലെ വെള്ള സാരി കൊടുത്ത് വന്നിരിക്കും, ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ആൻഡ് ഐ ആം നോട്ട് ദ വൺ ഹൂ ചീറ്റഡ്. ഓക്കെ, ഐ ആം എ പേഴ്സൺ ഹൂ ഇസ് ഫുൾ ഓഫ് ലവ്. എനിക്ക് ഒരു ആളോട് ഇഷ്ടമുണ്ടെങ്കിൽ ഞാനത് ഫുള്ളായിട്ട് പ്രകടിപ്പിക്കുന്ന ഒരാളാണ്. അപ്പം എൻ്റെ നഷ്ടമല്ല. ആൻഡ് എനിക്ക് ഡിവേഴ്സ് കിട്ടാത്ത ഇറ്റ്സ് ഫ്രം ദ അതർ സൈഡ്. ഓക്കെ, ആ ആൾ എനിക്ക് കുറേ പൈസ തരാനുണ്ട് എൻ്റെ അടുത്തുനിന്ന്. ഇത്രയും എന്നെ വഞ്ചിച്ചതിന് ഞാൻ ഇനി മാനനഷ്ടം എന്ത് തേങ്ങയാണെങ്കിലും അത് വാങ്ങാണ്ട് ഞാൻ അവനെ ഡിവേഴ്സ് ഞാനായിട്ട് ഇനി അങ്ങോട്ട് ഒപ്പിട്ട് കൊടുക്കത്തില്ല. എനിക്ക് ഇങ്ങോട്ട് ഒപ്പിട്ട് തരിക, എനിക്ക് എൻ്റെ നിന്ന് വാങ്ങിച്ച് അർഹതപ്പെട്ട് എനിക്ക് തരാനുള്ള പൈസ എനിക്ക് തരിക. ഐ വിൽ ഹാപ്പിലി സൈൻ ഇറ്റ് ഓഫ്. ബിക്കോസ് ഞാൻ ഇനി ഒരു റിലേഷനിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നെവർ വെൻ ഹീ വാസ് ദെയർ. അങ്ങനെ ഒരു വ്യക്തിയോട് എനിക്ക് സ്നേഹം ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഈവൻ വെൻ ദ റിലേഷൻ വാസ് ഫോളിങ് അപ്പാർട്ട്, അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈവൻ ഡിസംബർ വരെ നിങ്ങൾ കൂട്ടിക്കോ, ഈ മാസം അവസാനം വരെ ഞങ്ങൾ റിലേഷൻ നിർത്തി. 2 മാസം കഴിഞ്ഞ് അവനെന്നെ അത്രയും പറ്റിച്ചു. ഞാനൊരു 500 മുകളിൽ എന്തായാലും പെൺപിള്ളേരുടെ കൂടെ അവനെ പൊക്കിയിട്ടുണ്ട്. അത് പൊക്കിയിട്ടും ഞാൻ വേറെ ആളുടെ കൂടെ ആ ടൈം വരെ പോയിട്ടില്ല, ഡിസംബർ വരെ. സോ ഇഫ് ഐ ഫൈനലി മൂഡ് ഓൺ, ഐ എം ഹാപ്പി വിത്ത് എ പേഴ്സൺ, ബി ഹാപ്പി ഫോർ ഇറ്റ്. അല്ലെങ്കിൽ നിങ്ങൾ ഏതോ കുറ്റം പറഞ്ഞു, ഐ ഡോണ്ട് കെയർ. ബിക്കോസ് ജെനുവൻലി ഐ എം വെരി ഹാപ്പി. ഞാൻ സന്തോഷമായിട്ട് ജീവിക്കുകയാണിപ്പോൾ. എനിക്കത് കുളമാക്കാൻ താല്പര്യമില്ല. ആൻഡ് എനിക്ക് നിങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി ഒരാളെ ഇവിടെ വിളിച്ച് കൊണ്ടുവരുന്നിരുത്തി ഇതിപ്പോഴത്തെ റിലേഷനാണ്, ഞങ്ങളിപ്പോഴാണ് ഇന്ന ടൈമിലാണ് റിലേഷൻ ആയതെന്ന് എനിക്ക് പറയാൻ താല്പര്യമില്ല. സോ ഇഫ് യു ഗൈസ് ആർ നോട്ട് ഹാപ്പി, ഇറ്റ്സ് ഓക്കെ. ആൻഡ് ഞാൻ ഷിബിലി എന്ന് പറയുന്ന വ്യക്തിനെ എക്സ്പോസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഓക്കെ,
അതിന് കാരണങ്ങളുണ്ട്. അവൻ ഒരു റിലേഷൻ നിർത്തി വേറെ ഒരാളിലോട്ട് ഒറ്റ ഒരാളിലോട്ടാണ് പോയെങ്കിൽ ഐ വുഡ് നെവർ എക്സ്പോസ്. ഇത് ഞാനുള്ളപ്പോൾ തന്നെ ഒരു കുറേ പേരുടെ കൂടെ പോയി. ഞാൻ പോയി കഴിഞ്ഞ് വേറെ കുറേ പേരെ ഭീഷണിപ്പെടുത്തി, അവരുടെ അടുത്തുനിന്ന് ഗോൾഡ് വാങ്ങിച്ചു. ഇപ്പോൾ തന്നെ നിങ്ങൾ കണ്ടല്ലോ, ഈ വീഡിയോയിൽ തന്നെ ഞാൻ ഫോൺ മോഷ്ടിച്ച കേസ് ഇട്ടു. ഇതുപോലെ ഞാൻ അറിയാത്ത ഇഷ്ടംപോലെ കേസുകളുണ്ടാവും, പറയാൻ പേടിക്കുന്ന പെൺപിള്ളേരുണ്ടാവും. ഇറ്റ്സ് ലൈക്ക് എ ക്രിമിനൽ. ഇവനൊരു ക്രിമിനലാണ്, ബോൺ ക്രിമിനൽ. അപ്പോൾ ഇങ്ങനെ ഒരു വൃത്തികെട്ട നാറിനെ നമ്മൾ എക്സ്പോസ് ചെയ്തില്ലെങ്കിൽ എന്താണ് പിന്നെന്താ ചെയ്യേണ്ടത്? നിയമപരമായിട്ട് പോയിട്ട് എനിക്ക് ഒരു നടപടി ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇപ്പോഴും ഹീസ് ഡൂയിങ് ദ സെയിം ഷിറ്റ്. ഈ കമൻ്റ് ഇടുന്ന ആൾക്കാർക്ക് മനസ്സിലാവണമെങ്കിൽ, അതായത് ഈ പെൺപിള്ളേർ, അവനെ സപ്പോർട്ട് ചെയ്യുന്ന ലല്ലു പാവ എന്ന് പറയുന്ന പെൺപിള്ളേർക്ക് അവൻ ചെയ്യുന്നത് മനസ്സിലാവണമെങ്കിൽ യു ഷുഡ് ഡേറ്റ് ഹിം. നിങ്ങൾ അവനായിട്ട് റിലേഷൻ ആവണം, എന്നാലേ നിങ്ങൾക്ക് അതിൻ്റെ ദണ്ണം മനസ്സിലാവത്തുള്ളൂ. ബിക്കോസ് ഐ വാസ് എ പേഴ്സൺ ഹു വാസ് ഇൻ എ റിലേഷൻ വിത്ത് ഹിം. എന്നെയാണ് മുമ്പിപ്പിച്ചത്, എന്നെയാണ് മൂഞ്ചിപ്പിച്ചത്. എനിക്ക് അതിൻ്റെ ബുദ്ധിമുട്ടറിയാം. ആൻഡ് ഐ നോ ഹൗ ഹാർഡ് ഇറ്റ് വാസ് ഫോർ മീ ടു മൂവ് ഓൺ. ഓക്കെ, നിങ്ങളാരും കണ്ടിട്ടില്ല, നിങ്ങളാരും അറിഞ്ഞിട്ടുമില്ല, അറിയുന്ന വെരി ക്ലോസ് ആൾക്കാരേ ഉള്ളൂ. ഇതിൻ്റെ ഏറ്റവും ഉപരി യു ആർ ദെയർ ഫോർ യുവർ സെൽഫ്. അപ്പം ഞാൻ അനുഭവിച്ചെന്താണെന്ന് എനിക്കറിയത്തുള്ളൂ. ഞാൻ ഒരിക്കലും ഒരാളുടെ ജഡ്ജ് ചെയ്ത്, ഒരാളുടെ വേദന ജഡ്ജ് ചെയ്ത് ഞാൻ പോകാറില്ല. ആൻഡ് എനിത്തിങ് ദാറ്റ് ടേക്സ് ഇറ്റ് ടു ഹീലിംഗ്, അതായത് ഹീൽ ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്താലും ഐ ഡോണ്ട് ജഡ്ജ് എനി വൺ. ഞാൻ ഇഷ്ടം പോലെ ആൾക്കാരെ, എൻ്റെ ഫ്രണ്ട്സിൽ ഇഷ്ടം പോലെ ആൾക്കാർക്ക് ഫ്ലിങ്സ് ഉണ്ട്, മറ്റേ ഹുക്കപ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഐ നെവർ ജഡ്ജ് എനി വൺ. ബിക്കോസ് അവർക്ക് ഒരു സാധനത്തിൽ നിന്ന് മൂവ് ഓൺ ആവണമെങ്കിൽ അവർക്ക് എന്ത് വേണമെങ്കിൽ ആ മാർഗം ചൂസ് ചെയ്യാം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സോ ഇഫ് ഹി സ്റ്റിൽ കണ്ടിന്യൂസ് ടു ഡൂ ദിസ്, ഇനിയും പെൺപിള്ളേരെ ഭീഷണിപ്പെടുത്തി ഇനിയും പറ്റിച്ച് ഇതാക്കുവാണെങ്കിൽ, അവൻ്റെ ഫാമിലി ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഞാൻ എൻ്റേതായിട്ടുള്ളൊരു തീരുമാനം ഞാൻ എടുക്കും. എൻ്റേന്ന് വാങ്ങിയ പൈസ എനിക്ക് എന്തായാലും തിരിച്ചു കിട്ടണം. ആൻഡ് ഞാൻ എന്തായാലും വൺ തിങ് ഐ എം ഫോർ ഷുവർ, എനിക്കിപ്പോൾ ഒരു റിലേഷൻ ഉണ്ടെങ്കിൽ പോലും ഞാൻ അവനുള്ളപ്പോൾ ഞാൻ പോയിട്ടില്ല. ഐ ഹാവ് എ റിലേഷൻ, ഐ ഷുഡ് ബി ഹാപ്പി, ഐ ആം ഹാപ്പി. ഓക്കെ, ആൻഡ് അതെനിക്ക് ഡിസ്ക്ലോസ് ചെയ്യാനും താല്പര്യമില്ല. ബട്ട് ഒൺലി തിങ് ഇസ്, റിലേഷൻ ഉണ്ടെന്ന് പറഞ്ഞ് വേറെ ആളിലോട്ട് അത് ഇടാണ്ടിരിക്കുക. ബിക്കോസ് യു ഡോണ്ട് നോ ഹൂ ഐ ആം ഇൻ എ റിലേഷൻ വിത്ത്. അപ്പം നമ്മൾ ഈ ജെ എന്ന് പറഞ്ഞ് എൻ്റെ ഫോളോയിങ്ങിൽ പോയിട്ടുള്ള ജയിലോട്ട് പോകാണ്ടിരിക്കുക. ആൻഡ് ഒബ്വിയസ്ലി ഐ എം നോട്ട് എ ഫൂൾ. ഞാൻ ഒരിക്കലും എൻ്റെ റിലേഷൻ ഉണ്ട് അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ഞാൻ ഫോളോ ചെയ്ത് വെക്കത്തില്ല. ബിക്കോസ് ഐ എം നോട്ട് എ ഫൂൾ. എനിക്കറിയാം എന്നെ ഉറ്റു നോക്കുന്ന ഇഷ്ടംപോലെ ഉണ്ടെന്ന്. സോ ഐ വോണ്ട് പബ്ലിക്കലി അത് ഞാൻ അത്ര എവിഡൻ്റ് ആക്കി വെക്കത്തില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ റോങ് ആൾക്കാരെ ഇൻറ്റൻറ്റ് ചെയ്ത് അവരുടെ ലൈഫ് കൊളമാക്കാണ്ടിരിക്കുക, ഇതിലില്ലാത്ത ആൾക്കാരെ ഇൻവോൾവ് ചെയ്യാണ്ടിരിക്കുക. ബിക്കോസ് ദ ഗൈ ഹു വാസ് ഇൻവോൾവ് ഇൻ ദിസ് ഇസ് ഓൺലി 20 years old. അതൊരു ചെറുതാണ്, മനസ്സിലാക്കുക. ഐ എം 25, ഹീസ് 20. സോ അത്രയും ഏജ് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ചെറുക്കനെ പിടിച്ച് ഇതിലോട്ട് വലിച്ചിട്ടതിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഇറ്റ് ഈസ് എൻ്റെ മിസ്റ്റേക്ക് പോലും അല്ല, വേറെ ആരുടെയും മിസ്റ്റേക്ക് അല്ല. പക്ഷേ ഇത് ഷിബിലിയായിട്ട് ചെയ്തു വെച്ചതാണ്, ഷിബിലിയായിട്ട് ക്രിയേറ്റ് ചെയ്ത സ്റ്റോറിയാണ്. സോ അതിന് ഷിബിലിക്ക് കൊടുക്കാവുന്ന അപ്പുറം ഞാൻ കൊടുത്തിരിക്കും. യാ, അത്രേ എനിക്ക് പറയാനുള്ളൂ. ആൻഡ് എൻ്റെ റൂഹിൻ്റെ പേജ്, അതായത് എൻ്റെ ബിസിനസ് പേജ് ഈ നാറി സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ആ പേജ് സസ്പെൻഡ് ചെയ്തത്. ബിക്കോസ് ഇറ്റ് വാസ് രജിസ്റ്റേർഡ് ഇൻ ഹിസ് നമ്പർ. നമ്മൾ രണ്ടാളും ഉപയോഗിച്ചുകൊണ്ടിരുന്ന നമ്പറാണ്, പക്ഷേ സിം എടുത്തേക്കുന്ന അവൻ്റെ പേരിലാണ്ട് എൻ്റെ അക്കൗണ്ട് സസ്പെൻഡ് ചെയ്തു. സോ ഒരു ബിസിനസ് പോകുമ്പോഴത്തേക്കും എന്തോരം ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഐ ക്രിയേറ്റഡ് എ ന്യൂ അക്കൗണ്ട്. അപ്പം ഈ അക്കൗണ്ട് പറ്റുന്നവരൊക്കെ ഫോളോ ചെയ്യുക. ആൻഡ് അത്രേ ഉള്ളൂ. ദിസ് ഈസ് എ ഡ്രസ് ഫ്രം റൂഹ് കേട്ടോ. സോ എന്തായാലും ഈ വീഡിയോ കുറേ നാറികൾ, മീൻസ് കുറ്റം പറയാൻ കാത്തിരിക്കുന്ന ആൾക്കാർ കാണുമെന്ന് എനിക്കറിയാം. യു ക്യാൻ ജഡ്ജ് ആസ് ലോങ് ആസ് യു വോണ്ട്, ഐ ഡോണ്ട് കെയർ. എൻ്റെ ഡയറിയുടെ ഭാഗം ഇത്രേ ഉള്ളൂ, ഞാൻ ക്ലിയർ ചെയ്തു. ഞാൻ ഡ്രഗ്സ് ഉപയോഗിക്കുന്നില്ല. ആൻഡ് ദ ജെ മെൻഷൻഡ് ആൻഡ് ദ ജെ ദാറ്റ് വാസ് പുട്ട് ഇൻ ടു ദിസ് ഇസ് നോട്ട് ദ റിയൽ ജെ. അങ്ങനെ ഒരു ജെ ഉണ്ടെങ്കിൽ തന്നെ. സോ അവിടെ ഇവിടെയും തട്ടാണ്ട് ഞാൻ എൻ്റെ റിലേഷൻ്റെ കാര്യം പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് ഐ വോണ്ട് ടു കീപ്പ് ഇറ്റ് ദാറ്റ് വേ. ഞാൻ ഒരിക്കലും എൻ്റെ റിലേഷൻ പബ്ലിക് ആക്കാൻ പോകുന്നില്ല. ഫൈനൽ, ഡൺ, ഡസ്റ്റഡ്, ഖത്തം. സോ ടാറ്റ, ഗുഡ് ബൈ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. സോ